ഓം ഭദ്രകാളിയേ നമഃ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് വ്യാഴമാറ്റത്തെ പറ്റിയാണ്. വ്യാഴമാറ്റം 2025 സംഭവിക്കുന്നത് 2025 മെയ് മാസം 15-ാം തീയതിയാണ്. വ്യാഴമെന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ തന്നെ പൂർണ്ണ ശുഭഗ്രഹമാണ്. എന്നാൽ വ്യാഴമാറ്റം സംഭവിക്കുന്ന ആ ഒരു വർഷക്കാലം 12 രാശികളിൽപ്പെട്ട ചില രാശിക്കാർക്ക് വളരെ നല്ല ഗുണഫലങ്ങൾ, ജീവിതത്തിൽ വലിയ നല്ല മാറ്റങ്ങൾ, നന്മകൾ വന്നു ചേരും. എന്നാൽ വ്യാഴം സഞ്ചരിക്കുന്ന ആ ഒരു രാശിക്ക് അനുസരിച്ച് മറ്റു ചില രാശിക്കാരെ സംബന്ധിച്ച് ചെറിയ ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ ഒക്കെ അനുഭവത്തിൽ വരുന്ന ഒരു സമയവുമാണ്. പൊതുവെ ഈ ഒരു വ്യാഴമാറ്റം എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ നൽകും. അത് ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും ആ ഒരു വർഷക്കാലം. ഇന്നിവിടെ പറയുന്നത് മേടം രാശിക്കാരായ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് ഈ ഒരു വ്യാഴമാറ്റം 2025 മെയ് മുതൽ 2026 മെയ് വരെ എങ്ങനെയുള്ളൊരു ഫലങ്ങളാണ് അനുഭവത്തിൽ ലഭിക്കുന്നത് എന്നതിനെ പറ്റിയാണ്. വ്യാഴം ഇപ്പോൾ ഇടവം രാശിയിലാണ്. മെയ് മാസം 15-ാം തീയതി വ്യാഴം ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് രാശി മാറും. മേടം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളെയും സംബന്ധിച്ച്, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് നിങ്ങളുടെ സ്വന്തം ജനന ജാതകപ്രകാരം ഇപ്പോൾ വ്യാഴ ദശ നടക്കുന്ന വ്യക്തികൾ ആരെങ്കിലും ഉണ്ടോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രഹത്തിൻ്റെ ദശയിൽ വ്യാഴത്തിൻ്റെ അപഹാരം നടക്കുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കുക. കാരണം മേടം രാശിക്കാരെ സംബന്ധിച്ച് വ്യാഴം പൂർണ്ണ ശുഭനാണ്. എന്നാൽ ഈ ഒരു രാശിമാറ്റം നിങ്ങൾക്ക് സംഭവിക്കുന്നത് 3-ാം ഭാവത്തിലേക്കാണ്. വ്യാഴം ഇടവത്തിൽ നിന്ന് മിഥുനത്തിലേക്ക് പോകുമ്പോൾ 3-ാം ഭാവമാണത്, ഒരു മറവ് സ്ഥാനമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഒരു ഗുണദോഷ സമ്മിശ്ര ഫലം നൽകുന്ന ഒരു കാലഘട്ടമാണ് നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു വർഷക്കാലം. ഇപ്പോൾ സ്വന്തം ജനന ജാതകപ്രകാരം നിങ്ങളുടെ ജാതകത്തിലെ ലഗ്നത്തിനെ അടിസ്ഥാനമാക്കി വ്യാഴം ഒരു ശുഭഗ്രഹമാണ്, ആ ഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നു, അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ സ്ഥാനം ജാതകത്തിൽ ഉത്തമമാണ്, മറ്റേതെങ്കിലും ഗ്രഹത്തിൻ്റെ ദശയിൽ വ്യാഴത്തിൻ്റെ അപഹാരമൊക്കെ നടക്കുന്നെങ്കിൽ ഈ പറയുന്ന ദോഷഫലങ്ങൾ വളരെയധികം കുറയുകയും നന്മകൾ അനുഭവത്തിൽ വരികയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മളൊരു രാശിഫലം പറയുമ്പോൾ അത് ഗുണഫലമായാലും ദോഷഫലമായാലും ആ രാശിയിൽ ജനിച്ച ആ ഒരു നക്ഷത്രങ്ങളിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് ഗുണമായാലും ദോഷമായാലും ഒരുപോലെ ആർക്കും അനുഭവത്തിൽ വരാത്തത്, ആ ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വരുന്നത്. അതുകൊണ്ട് ജാതകം എന്നുള്ളതിന് അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കുക. പലരും യൂട്യൂബിലും മറ്റും കാണുന്ന രാശിഫലത്തെ അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയല്ല വേണ്ടത്. വ്യാഴം നിങ്ങൾക്ക് 3-ാം ഭാവത്തിൽ മറയുമ്പോൾ അത് ബുധൻ്റെ രാശിയായ മിഥുനമായിട്ടാണ് വരുന്നത്. ഈ ഒരു കാലഘട്ടം നിങ്ങളെ സംബന്ധിച്ച് അത്ര നല്ല ഒരു കാലഘട്ടമല്ല. പൊതുവേ മനസ്സിൻ്റെ ഒരു സ്വസ്ഥതക്കുറവ് നൽകുന്ന തരത്തിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ആശയക്കുഴപ്പങ്ങൾ നൽകുന്ന തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ പലർക്കും ലഭിക്കുക. നമ്മൾ മനസ്സിൽ ഒരു കാര്യം ആഗ്രഹിച്ചാൽ ആഗ്രഹങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കണമെന്നില്ല. അതുപോലെ തന്നെ നമുക്കൊരു ആത്മവിശ്വാസക്കുറവോ ശുഭാപ്തി വിശ്വാസക്കുറവോ നൽകുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ വന്നു ചേരാം. ഒരു തീരുമാനമെടുക്കുന്നതിൽ വളരെയധികം ശ്രദ്ധിച്ച് കരുതലോടെ മുന്നോട്ട് പോകേണ്ട സമയമാണ്. വളരെ പെട്ടെന്ന് എടുത്തു ചാടി ഒരു തീരുമാനമെടുക്കാൻ പറ്റുന്ന ഒരു വർഷക്കാലമല്ല നിങ്ങളെ സംബന്ധിച്ച്. ഏത് കാര്യത്തിലാണെങ്കിലും, അതായത് ഒരു ഉയർ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഒരു വിദേശ ജോലിക്ക് പോകുന്ന കാര്യത്തിൽ, വിദേശ പഠനത്തിൻ്റെ കാര്യത്തിൽ, പുതിയൊരു ബിസിനസ്സോ തൊഴിൽ സംരംഭങ്ങളോ തുടങ്ങുന്നതിൻ്റെ ഒരു കാര്യത്തിൽ, അതുപോലെ തന്നെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഒന്ന് മാറണം, ഒരു പുതിയ ജോലിക്ക് പരിശ്രമിക്കണം, പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കണം, ഇങ്ങനെയുള്ള ഏത് കാര്യമാണെങ്കിലും വളരെയധികം ആലോചിച്ച് ചിന്തിച്ച ശേഷം വേണം ഒരു തീരുമാനമെടുക്കാൻ. അങ്ങനെ തീരുമാനമെടുക്കുമ്പോൾ നിങ്ങളുടെ ജനന ജാതകം കൂടെ പരിഗണിച്ച് ജാതകപ്രകാരം ദശാകാലമൊക്കെ അനുകൂലമാണെങ്കിൽ മാത്രമേ ഒരു തീരുമാനമെടുക്കാൻ പാടുള്ളൂ. കാരണം വ്യാഴം നിങ്ങൾക്ക് 3-ാം ഭാവത്തിൽ മറയുകയാണ്. അപ്പോൾ വ്യാഴമെന്ന് പറയുന്ന ഗ്രഹം നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമാണ്, ഭാഗ്യാധിപതി. ആ ഭാഗ്യാധിപതി 3-ാം ഭാവത്തിലേക്ക് മറയുന്ന സമയത്ത് അവിടെ നമ്മൾക്ക് അവർ ഈശ്വരാനുഗ്രഹം ഭാഗ്യം ലഭിക്കണമെന്നില്ല. കൂട്ടത്തിൽ നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ 7.5 ശനിയും കൂടെ ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും ശ്രദ്ധയും കരുതലും ഉണ്ടാകണം. അതുപോലെ ഈ ഒരു വർഷക്കാലം ഒരുപാട് ചിലവുകൾ വന്നു ചേരുന്ന ഒരു കാലഘട്ടമായിരിക്കും മേടം രാശിക്കാരെ സംബന്ധിച്ച്. 10 രൂപ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 20 രൂപയുടെ ചിലവ് അനുഭവത്തിൽ വരുന്ന ഒരു സമയമായതുകൊണ്ട് പണം വാങ്ങുന്നതിലും കൊടുക്കുന്നതിലുമൊക്കെ വളരെയധികം ശ്രദ്ധയും കരുതലും ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്കുണ്ടാകണം. കാരണം പാഴ്ചിലവുകൾ ധാരാളമായിട്ട് വരാം, അലച്ചിലുകൾ ഒക്കെ ഉണ്ടാകാം. നിങ്ങൾ ചെയ്യുന്ന ജോലിയിലും ബിസിനസ്സിലുമൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ ഒരല്പം അലച്ചിലുകളും ബുദ്ധിമുട്ടുകളും അനുഭവത്തിൽ വരാം. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും ശ്രദ്ധിക്കണം. പണം വാങ്ങുന്നതിലും കൊടുക്കുന്നതിലുമൊക്കെ നല്ല ശ്രദ്ധയും കരുതലും വേണ്ടുന്ന ഒരു സമയമാണ്. അതുപോലെ യാത്രകളൊക്കെ പലർക്കും അനുഭവത്തിൽ വരുന്ന ഒരു കാലഘട്ടവുമാണ്.
ഈ ഒരു സമയം നിങ്ങളുടെ കൈകളിലുള്ള പണം നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം വേണം ഓരോ കാര്യങ്ങൾക്കും വേണ്ടി വിനിയോഗിക്കാൻ. പ്രത്യേകം എടുത്തു പറയുന്ന ഒരു കാര്യം, ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ വിദേശ ജോലിക്കോ മറ്റു കാര്യങ്ങൾക്കോ ഒക്കെ പോകുവാൻ വേണ്ടി മറ്റുള്ളവരെ വിശ്വസിച്ച് പണം ഏൽപ്പിക്കുമ്പോൾ വളരെയധികം ആലോചിച്ച് ചിന്തിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അന്വേഷിച്ച ശേഷം വേണം ആ പണം കൈമാറാൻ. കാരണം ഈ ഒരു കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ കൈകളിൽ നിന്ന് പണം കൊടുത്താൽ നിങ്ങൾക്കത് ചിലപ്പോൾ തിരിച്ച് ലഭിക്കണമെന്നില്ല. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വ്യാഴം നിങ്ങൾക്ക് മിഥുനം രാശിയിലേക്കാണ് എത്തുന്നത്. മിഥുനം രാശി എന്ന് പറഞ്ഞാൽ അത് ബുധൻ്റെ രാശിയാണ്. ബുധനാണ് രാശ്യാധിപൻ. അപ്പോൾ ബുധൻ്റെ രാശിയിലേക്ക് വരുന്നത് കൊണ്ട് ഈ ഒരു കാലഘട്ടങ്ങളിൽ ആരോഗ്യ കാര്യങ്ങളിലും മേടം രാശിക്കാർക്ക് നല്ല ശ്രദ്ധയുണ്ടാകണം. എന്തെങ്കിലും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ തന്നെ അപ്പോൾ തന്നെ അതിനൊരു ചികിത്സയൊക്കെ നടത്തി ആ ശാരീരികപരമായിട്ടുള്ള ആരോഗ്യത്തെ നിലനിർത്തി മുന്നോട്ട് പോവുക. നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലോ അല്ലെങ്കിൽ സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലോ അതുപോലെ നിങ്ങളുടെ സഹോദരങ്ങളുടെ ഇടയിലൊക്കെ എന്തെങ്കിലും അനാവശ്യമായ ചില വാക്കുതർക്കങ്ങളോ ശത്രുതകളോ എതിർപ്പുകളോ ഒക്കെ അനുഭവത്തിൽ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് സ്വന്തം ബന്ധങ്ങൾ, കൂടപ്പിറപ്പുകൾ, രക്തബന്ധങ്ങളുമായിട്ടുള്ള ആ ഒരു സമീപനത്തിൽ ഒന്ന് ശ്രദ്ധിച്ച് കരുതലോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു സമയവുമാണ്. ഈ ഒരു കാലഘട്ടം സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിലും ഒക്കെ മേടം രാശിക്കാരെ സംബന്ധിച്ച് വളരെയധികം ശ്രദ്ധയും കരുതലും ഉണ്ടാകണം. ഇവിടെ പറയുന്ന ഈയൊരു ഫലങ്ങൾ പ്രധാനമായിട്ടും നിങ്ങളുടെ രാശിയെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ആദ്യമേ ഞാൻ പറഞ്ഞ പ്രകാരം അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങൾക്ക് നിങ്ങളുടെ ജനന ജാതകത്തിലൊരു നല്ല ദശാകാലഘട്ടമാണെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ടൊന്നും അനുഭവത്തിൽ വരില്ല. പേരിന് മാത്രം എന്തെങ്കിലും ചെറിയ തടസ്സങ്ങളോ മറ്റു കാര്യങ്ങളോ അനുഭവത്തിൽ വരികയുള്ളൂ. അതിനെ നല്ല രീതിയിൽ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനും സാധിക്കും. എന്നാൽ ജാതകപ്രകാരം കൊണ്ടൊരു ബുദ്ധിമുട്ടുള്ള സമയമാണെങ്കിലാണ് അത് കൂടുതൽ വഷളാകുന്നത് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടങ്ങളിൽ ദാമ്പത്യ കുടുംബ ജീവിതത്തിലൊക്കെ അല്പം ശ്രദ്ധയും കരുതലും ഉണ്ടാകണം. അതുപോലെ വിവാഹ കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഈ ഒരു വർഷക്കാലം ഒരല്പം പരിശ്രമങ്ങളും അലച്ചിലുകളും ഒക്കെ കൂടുതലായിട്ട് അനുഭവത്തിൽ വരുന്ന സമയവുമാണ്. മേടം രാശിക്കാരെ സംബന്ധിച്ച് ഈ ഒരു വർഷക്കാലം നിങ്ങൾക്ക് അത്രമേൽ നല്ല ഗുണഫലങ്ങൾ ലഭിക്കുന്ന സമയമല്ല. ഈ ഒരു വർഷക്കാലം മേടം രാശിക്കാരായ ഓരോ വ്യക്തികളെയും, സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് നല്ലൊരു മാറ്റം ലഭിക്കുന്നത് അത് നിങ്ങളുടെ ജാതകത്തിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രമായിരിക്കും. കാരണം രാശിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഭാഗ്യം നൽകുന്ന ഗ്രഹം, അതുപോലെ ശുഭചിലവുകൾ, നന്മകളൊക്കെ നൽകുന്ന ഗ്രഹമായ വ്യാഴം മൂന്നാം ഭാവത്തിൽ മറയുന്നതും അതുപോലെ ഏഴരശനിയുടെ ആരംഭവുമൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിനാൽ ഈ ഒരു കാലഘട്ടം രാശിയുടെ അടിസ്ഥാനത്തിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളിലും ആലോചിച്ച് ചിന്തിച്ച് തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുകയും വേണം. ഈ ഒരു കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ ജാതകം തീർച്ചയായിട്ടും പരിശോധിക്കണം. ജാതകപ്രകാരം നല്ല ദശാകാലഘട്ടമാണെങ്കിൽ ഒന്നിനെയും ഭയപ്പെടേണ്ട. ജാതകത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരവും കൂടെ ചെയ്ത് മുന്നോട്ട് പോയാൽ വളരെ വളരെ ഉത്തമമായ മാറ്റങ്ങൾ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ഉണ്ടാകും. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ മേടം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ വ്യാഴമാറ്റത്തിൻ്റെ ദോഷഫലങ്ങൾ കുറഞ്ഞ് നല്ല രീതിയിൽ ഈ ഒരു വർഷക്കാലം മുന്നോട്ട് പോകുവാൻ സാധിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് 2025 നടക്കുന്ന വ്യാഴമാറ്റത്തിൻ്റെ ഫലങ്ങളെ പറ്റിയാണ്. 2025 മെയ് മാസം 15-ാം തീയതിയാണ് വ്യാഴമാറ്റം സംഭവിക്കുന്നത്. വ്യാഴം പ്രപഞ്ചത്തിൻ്റെ പൂർണ്ണ ശുഭഗ്രഹമാണ്. ആ ഗ്രഹം ആ രാശിക്ക് വളരെ നല്ല ഭാവങ്ങളിൽ വരുമ്പോൾ ആ രാശിയിൽപ്പെട്ട നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ആ ഒരു വർഷക്കാലം അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, ഗുണഫലങ്ങൾ, നന്മകളൊക്കെ വന്നു ചേരും. ഇവിടെ പറയുന്നത് ഇടവം രാശിയിൽപ്പെട്ട കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്ര ജാതകർക്ക് ഈ വ്യാഴമാറ്റം എങ്ങനെയുള്ള ഫലങ്ങളാണ് നൽകുന്നത് എന്നതിനെ പറ്റിയാണ്. പൊതുവെ വ്യാഴം ഇടവം രാശിക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ ഇടവത്തിൽ ജന്മരാശിയിൽ സഞ്ചരിക്കുന്ന വ്യാഴം മെയ് 15-ാം തീയതി മിഥുനം രാശിയിലേക്ക് രാശി മാറുന്ന സമയമാണ്. നിങ്ങൾക്കത് 2ാം ഭാവമായ കുടുംബം, വാക്ക്, ധനസ്ഥാനമായിട്ട് വരുന്നു. അപ്പോൾ വ്യാഴം ധനസ്ഥാനത്ത് സഞ്ചരിക്കുന്ന കാലഘട്ടം, അതും ബുധൻ്റെ രാശിയായ മിഥുനത്തിൽ നിങ്ങളുടെ രാശിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് ധനകാരകനും പൂർവ്വപുണ്യസ്ഥാനം ഈശ്വരാനുഗ്രഹത്തിൻ്റെ അധിപതിയുമാണ് ബുധൻ. ആ ധനകാരകനായ ബുധൻ്റെ രാശിയിലേക്ക് തന്നെ വ്യാഴം വരുന്നതും നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഗുണഫലങ്ങൾ നൽകുന്ന സമയമാണ്. ഇടവം രാശിയിൽ ജനിച്ച ആ ഒരു നക്ഷത്രത്തിൽ ജനിച്ച ഓരോ വ്യക്തികളും ഈ ഒരു സമയം മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ സ്വന്തം ജനന ജാതകപ്രകാരം നിങ്ങളുടെ ജാതകത്തിലെ ലഗ്നത്തിന് വ്യാഴം ശുഭനാണോ പാപനാണോ എന്ന് മനസ്സിലാകണം. ഇപ്പോൾ വ്യാഴദശ നടക്കുന്നവരുണ്ടോ അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ അപഹാരമാണോ മറ്റേതെങ്കിലും ദശയിൽ നടക്കുന്നത് എന്നൊക്കെയൊന്ന് മനസ്സിലാക്കുക.
ഈ ഒരു കാലഘട്ടം സ്വന്തം ജനന ജാതകം കൂടെ നിങ്ങൾ പരിശോധിച്ച് ജാതകപ്രകാരം എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടോ തടസ്സങ്ങളോ ഉള്ളവരാണെങ്കിൽ അതിനൊരു പരിഹാരം കൂടെ ചെയ്താൽ ഈ ഒരു വർഷക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ, നന്മകൾ സംഭവിക്കും. കാരണം അത്രയും നല്ല സമയമാണ് നിങ്ങളെ സംബന്ധിച്ച് ഓരോ വ്യക്തികൾക്കും. പലരും യൂട്യൂബിലും മറ്റും കാണുന്ന രാശിഫലം മാത്രം അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ജനന ജാതകത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കുക. ആ ജാതകത്തിൽ നടക്കുന്ന ദശാകാലങ്ങളും നമ്മളെ എത്രമേൽ സ്വാധീനിക്കും, അതനുസരിച്ച് ആ ഗുണഫലങ്ങൾ ലഭിക്കുന്നതിൽ ഏറ്റക്കുറച്ചിലുകൾ അനുഭവത്തിൽ വരികയും ചെയ്യും. ഇടവം രാശിയിൽപ്പെട്ട കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്ര ജാതകർക്ക് വ്യാഴം 2ാം ഭാവമായ ധനസ്ഥാനത്ത് സഞ്ചരിക്കുന്ന കാലം നിങ്ങളുടെ എല്ലാവിധത്തിലുള്ള സാമ്പത്തിക പ്രയാസങ്ങളും പ്രതിസന്ധികളും വിട്ടുമാറുന്ന കാലഘട്ടമാണ്. എത്ര വലിയ കടബാധ്യതകളുണ്ട് അല്ലെങ്കിൽ സാമ്പത്തിക പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ഇടവം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് അതൊക്കെ വിട്ടുമാറി നിങ്ങളുടെ ധനസ്ഥിതി, സാമ്പത്തികം മെച്ചപ്പെടുന്ന ഒരു കാലഘട്ടം സമയമാണ്. നിങ്ങൾക്കുള്ള ബാധ്യതകളെ അതിജീവിക്കുവാൻ തക്ക തരത്തിൽ ഒരു പണവരവ്, ഒരു ധനവരവ് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു സമയം, ഒരു കാലം. അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് ഒരു സന്തോഷം, സമാധാനം, മംഗളകാര്യങ്ങൾ നടക്കുന്ന ഒരു വർഷക്കാലം കൂടിയാണ്. ഈ ഒരു വർഷക്കാലം ഇടവം രാശിയിൽപ്പെട്ട പലരും സ്വന്തമായിട്ടൊരു ഭൂമി വാങ്ങുക, അതുപോലൊരു ഗൃഹം നിർമ്മിക്കുക, അല്ലെങ്കിൽ ഗൃഹനിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുക. ചിലരെ സംബന്ധിച്ച് ഈ വർഷം തന്നെ ഗൃഹനിർമ്മാണ പ്രവർത്തനം ആരംഭിച്ച് പൂർത്തിയാക്കി ഗൃഹപ്രവേശം നടത്താൻ വരെ യോഗമുള്ള സമയം. അതുപോലെ അനുയോജ്യമായ മംഗളകരമായ വിവാഹം നടക്കുന്ന ഒരു കാലഘട്ടവുമാണ് നിങ്ങളെ സംബന്ധിച്ച്. അത്രമേൽ ഈശ്വരാനുഗ്രഹം, ഭാഗ്യമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ വാക്കിന് തന്നെ മറ്റുള്ളവരുടെ ഇടയിൽ ഒരു വിലയും മതിപ്പും ലഭിക്കുന്ന ഒരു കാലഘട്ടം. ഇടവം രാശിക്കാരെ സംബന്ധിച്ച് അത്രമേൽ ധനാഭിവൃദ്ധി വന്നു ചേരും. നിങ്ങൾക്കൊരു നല്ല സമ്പാദ്യമൊക്കെ അനുഭവത്തിൽ വരുന്ന സമയമാണ്. ഈ ഒരു വർഷക്കാലം പൂർവികപരമായിട്ട് ലഭിക്കേണ്ട ഭൂമിയോ മറ്റു കാര്യങ്ങളോ ഒക്കെ ലഭിക്കാനുള്ളവരാണെങ്കിൽ, അത് കുറേ കാലമായി ലഭിക്കാതെ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നവരാണെങ്കിൽ പോലും ഈ ഒരു വർഷക്കാലം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ലഭിക്കേണ്ട പൂർവികപരമായിട്ട് പിതാവിൻ്റെയോ മാതാവിൻ്റെയോ വഴി ലഭിക്കേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും. അതുപോലെ തന്നെ നിങ്ങളുടെ സന്താനങ്ങളുടെ കാര്യത്തിലുണ്ടായിരുന്ന മനപ്രയാസങ്ങൾ അല്ലെ ആശങ്കകൾ വിട്ടുമാറുന്ന സമയം. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ കുട്ടികൾക്ക് ഉയർ വിദ്യാഭ്യാസം ലഭിക്കുക, വിദേശ ജോലി, വിദേശ പഠനം സാധ്യമാവുക, നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നല്ല മംഗല്യ ഭാഗ്യം നിങ്ങളുടെ കുട്ടികൾക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ്. അതുപോലെ അവരവരുടെ കുട്ടികളാൽ മാതാപിതാക്കൾക്കും സന്തോഷം, സമാധാനം, സുഖം വന്നു ചേരുന്ന ഒരു സമയവും കാലവുമാണ് ഈ ഒരു വ്യാഴമാറ്റം നിങ്ങൾക്ക് നൽകുന്നത്. ഒരുപാട് വർഷക്കാലമായി വിവാഹം കഴിഞ്ഞു, ഒരുപാട് ചികിത്സകളൊക്കെ നടത്തി ഒരു കുട്ടിക്ക് വേണ്ടി, ഒരു സന്താനത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിൽ ഈ ഒരു വർഷക്കാലം സന്താന ഭാഗ്യവും നിങ്ങളെ തേടി വരുന്ന ഒരു സമയമാണ്. ഇടവം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് ഈ ഒരു കാലഘട്ടം, ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അത്യുന്നതമായിട്ടുള്ള ഒരു ഫലങ്ങൾ ലഭിക്കുന്ന ഒരു കാലഘട്ടം, ഒരു സമയമാണ്. ഈ ഒരു വർഷക്കാലം നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടായിരിക്കും പല ഭാഗ്യങ്ങളും നന്മകളും ഒക്കെ വന്നു ചേരുക. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ആശുപത്രിവാസങ്ങൾ, ഈ ഒരു ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായിട്ടും നിങ്ങളെ വിട്ടുമാറി നിങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിലൊക്കെ വളരെ മുന്നേറ്റം ലഭിച്ച് ശരീരത്തിനൊരു പുത്തൻ ഉണർവും ആരോഗ്യവും ഒക്കെ ലഭിക്കുന്ന സമയം. നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന പണം, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ 10 രൂപ വന്നാൽ 20 രൂപയുടെ ചിലവ് അനുഭവപ്പെട്ട രാശിക്കാരാണ് നിങ്ങൾ. നിങ്ങളെ സംബന്ധിച്ച് പാഴ്ചിലവുകളൊക്കെ വിട്ടുമാറി നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന പണം നിങ്ങൾക്കൊരു സമ്പാദ്യമാക്കി മാറ്റാൻ സാധിക്കുന്ന ഒരു കാലവുമാണ്. പൊതുവേ ഈ ഒരു വർഷക്കാലം നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കുന്ന ഒരു സമയം, ആ ആഗ്രഹ സാഫല്യം ലഭിക്കുന്ന ഒരു കാലവുമാണ്. ഈശ്വരാനുഗ്രഹം, ഭാഗ്യം നിങ്ങൾ ഇടവം രാശിക്കാർക്ക് വളരെയധികം ലഭിക്കുന്ന ഒരു സമയമാണ്. ഈ ഒരു വർഷക്കാലത്തെ നിങ്ങൾ പരമാവധി നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക. നിങ്ങളുടെ മനസ്സിൽ എന്താഗ്രഹങ്ങളുണ്ടെങ്കിലും അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിച്ചാൽ ആഗ്രഹങ്ങൾ പൂർണ്ണതയിലെത്തുന്ന ഒരു കാലം, ഒരു സമയമാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ അല്ലെങ്കിൽ 2-3 വർഷങ്ങൾക്ക് മുൻപൊക്കെ ഇറങ്ങിത്തിരിച്ച് നിങ്ങൾക്ക് പരാജയം സംഭവിച്ച പല കാര്യങ്ങളും ഈ ഒരു വർഷക്കാലം നിങ്ങൾക്ക് പുനരാരംഭിച്ച് നല്ല രീതിയിൽ അത് പൂർത്തിയാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത പല വ്യക്തികളിൽ നിന്നായിരിക്കും ഈ ഒരു സമയം നിങ്ങൾക്ക് ഒരു സഹായം, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം വന്നു ചേരുന്നത്. എല്ലാം അപ്രതീക്ഷിതമായിട്ട് വന്നു ചേരുന്ന ചില ഭാഗ്യങ്ങൾ, നന്മകളാണ് ഇടവം രാശിക്കാരെ സംബന്ധിച്ച്. ചിലരെ സംബന്ധിച്ച് ഒരുപാട് വലിയ കടബാധ്യതകൾ, ഒരുപാട് പ്രശ്നങ്ങൾ ഒക്കെ അനുഭവത്തിൽ വന്നിട്ടുള്ള ഒരു സമയത്തിൽ കൂടെ കടന്നു പോകുന്നവരാണ്. അപ്പോൾ നിങ്ങൾ തന്നെ ചിന്തിക്കും, ഇത്രയും വലിയൊരു ബാധ്യതകൾ എങ്ങനെ പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്നുള്ളത്. അതിനുള്ളൊരു വഴി, ഒരു മാർഗമാണ് നിങ്ങൾക്ക് ഈ ഒരു വ്യാഴമാറ്റത്തിൽ കൂടെ ലഭിക്കുന്നത്. അങ്ങനെ ഒരുപാട് നല്ല രീതിയിലുള്ള ജീവിത മുന്നേറ്റം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു വർഷക്കാലമാണ് ഇതെന്ന് മനസ്സിലാക്കുക.
ഇടവം രാശിയിൽപ്പെട്ട കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളെ സംബന്ധിച്ച് കുടുംബ ദാമ്പത്യ ജീവിതത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ വിട്ടുമാറി കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ സന്തോഷം, സമാധാനം, സുഖം ഒക്കെ അനുഭവത്തിൽ വരുന്ന സമയം, അനുയോജ്യമായിട്ടുള്ള ജീവിത പങ്കാളിയെ ലഭിക്കുന്ന സമയം, നല്ല വിവാഹമൊക്കെ വന്നു ചേരും. ഈ ഒരു വർഷക്കാലം ഏറ്റവും അധികം ഈശ്വരാനുഗ്രഹം, ഭാഗ്യം നിങ്ങളിലേക്ക് വരുന്ന സമയമാണ്. ഇടവം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും ഈ ഒരു കാലഘട്ടം നിങ്ങളുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് ജാതകപ്രകാരം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു പരിഹാരം കൂടെ ചെയ്താൽ വളരെയധികം ഉത്തമമായിട്ടുള്ള മാറ്റങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷക്കാലമായിട്ട് ഈ ഒരു വർഷം 2025 മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ ഇടവം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ വ്യാഴമാറ്റം സർവൈശ്വര്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് വ്യാഴമാറ്റത്തെ പറ്റിയാണ്. വ്യാഴമാറ്റം സംഭവിക്കുന്നത് 2025 മെയ് മാസം 15-ാം തീയതിയാണ്. വ്യാഴമെന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ പൂർണ്ണ ശുഭനായിട്ടുള്ള ഒരു ഗ്രഹമാണ്. ഓരോ വ്യാഴമാറ്റവും 12 രാശികളിൽപ്പെട്ട നക്ഷത്രങ്ങളിൽ ജനിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് പലതരത്തിലുള്ള നല്ല ഗുണാനുഭവങ്ങളും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളും ഒക്കെ നൽകുന്ന ഒന്നാണ്. വ്യാഴം മാറുന്ന ആ ഒരു രാശിക്ക് അനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ആ ഒരു വർഷക്കാലം നല്ല നേട്ടങ്ങളും ഗുണഫലങ്ങളും വന്നു ചേരും. എന്നാൽ വ്യാഴം അല്പം ദോഷം നൽകുന്ന രീതിയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ, രാശി മാറുന്നതെങ്കിൽ ആ കാലഘട്ടം ഒരല്പം ബുദ്ധിമുട്ടുമായിരിക്കും. മിഥുനം രാശിക്കാരെ സംബന്ധിച്ച് മിഥുനം രാശിയിൽപ്പെട്ട മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്ര ജാതകർക്ക് ഈ ഒരു വ്യാഴമാറ്റം എങ്ങനെയുള്ള ഒരു ഫലങ്ങളാണ് നൽകുന്നത് എന്ന് നോക്കാം. ഇപ്പോൾ ഇടവം രാശിയിൽ സഞ്ചരിക്കുന്ന വ്യാഴം നിങ്ങളുടെ ജന്മരാശിയിലേക്ക്, മിഥുനത്തിലേക്ക് രാശി മാറുന്ന സമയമാണ്. അപ്പോൾ വ്യാഴം നിങ്ങളെ സംബന്ധിച്ച് പാപനായിട്ടുള്ള ഗ്രഹമേ അല്ല, ശുഭനായിട്ടുള്ള ഗ്രഹം തന്നെയാണ് മിഥുനരാശിക്കാർക്ക് വ്യാഴം. എന്നാൽ പൊതുവേ വ്യാഴം നിങ്ങളെ സംബന്ധിച്ച് പൂർണ്ണ ശുഭഗ്രഹമാണെങ്കിലും മറ്റ് ലഗ്നക്കാർക്ക് അല്ലെങ്കിൽ മറ്റ് രാശിക്കാർക്ക് നൽകുന്ന അത്ര ഗുണാനുഭവങ്ങൾ വ്യാഴം പൊതുവെ മിഥുനരാശിക്കാർക്ക് നൽകാറില്ല. അതായത് ആ ഗുണഫലങ്ങൾ ഒരല്പം കുറവായിട്ട് നൽകും എന്ന് മാത്രമാണ് ഉള്ളത്. പക്ഷേ വ്യാഴം നിങ്ങളെ സംബന്ധിച്ച് ദോഷഫലം നൽകുന്ന ഒരു ഗ്രഹവുമല്ല. ഈ ഒരു വ്യാഴമാറ്റം മിഥുനരാശിക്കാരായ പല വ്യക്തികളുടെയും ജീവിതത്തിൽ അതിൻ്റേതായിട്ടുള്ള നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ നൽകും. എത്രത്തോളം ഈ ഒരു വ്യാഴമാറ്റം നിങ്ങൾക്ക് കൂടുതൽ ഗുണഫലം നൽകും എന്നുള്ളത് അറിയണമെങ്കിൽ നിങ്ങളുടെ സ്വന്തം ജനന ജാതകം പരിശോധിച്ച് നിങ്ങളുടെ ജാതകപ്രകാരം വ്യാഴം ശുഭനാണോ പാപനാണോ എന്ന് മനസ്സിലാക്കുക. അതുപോലെ മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങൾക്ക് ഇപ്പോൾ ആർക്കെങ്കിലും വ്യാഴദശ നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രഹത്തിൻ്റെ ദശയിൽ വ്യാഴത്തിൻ്റെ അപഹാരമാണോ എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ട് ജാതകപ്രകാരമുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം കൂടെ ചെയ്ത് മുന്നോട്ട് പോയാൽ ഈ ഒരു വർഷക്കാലം വളരെ വലിയ ഗുണഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. മിഥുനം രാശിയുടെ അധിപൻ ബുധനാണ് നിങ്ങളുടെ രാശ്യാധിപൻ. ആ രാശ്യാധിപൻ്റെ രാശിയിലേക്കാണ് വ്യാഴം വരുന്നത്. ഈ ഒരു കാലഘട്ടം, ഈ ഒരു വർഷക്കാലം മിഥുന രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് പ്രധാനമായിട്ട് ലഭിക്കുന്ന മാറ്റങ്ങൾ കർമ്മ സംബന്ധമായിട്ടുള്ള മാറ്റങ്ങളാണ്. കാരണം വ്യാഴം നിങ്ങളെ സംബന്ധിച്ച് കർമ്മസ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമാണ്, ജീവനസ്ഥാനത്തിൻ്റെ ആധിപത്യം. ഈ ഒരു വ്യാഴമാറ്റം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജാതകത്തിൽ കൂടെ വ്യാഴം ശുഭനാണെങ്കിലും നിങ്ങൾക്ക് വളരെ വലിയ നേട്ടങ്ങൾ ലഭിക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ ചെയ്യുന്ന ജോലി, കർമ്മത്തിൽ എന്തെങ്കിലും ചെറിയ തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികളാണെങ്കിൽ ആ കർമ്മസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങളെ സംബന്ധിച്ച് ആ വ്യാഴത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്കത് മാറിക്കിട്ടുന്നതാണ്. ഒരുപാട് കാലങ്ങളായി ഈ കർമ്മസംബന്ധമായിട്ട് പല പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ അനുഭവിക്കുന്നവരാണെങ്കിലും ആ കർമ്മസംബന്ധമായിട്ടുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ നിങ്ങൾക്ക് വിട്ടുമാറും. നിങ്ങളെ സംബന്ധിച്ച് മറ്റൊരു പ്രധാന ബുദ്ധിമുട്ട് ഇപ്പോൾ കണ്ടകശനി നടക്കുന്ന സമയമാണ്. ആ കണ്ടകൻ 10ാം ഭാവമായ കർമ്മസ്ഥാനത്തിൽ തന്നെ സഞ്ചരിക്കുന്ന സമയവുമാണ്. അപ്പോൾ ശനി നിങ്ങൾക്ക് കർമ്മസംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ നൽകും. അത് കണ്ടകശനി നിങ്ങൾക്ക് 2.5 വർഷക്കാലമാണ്. എന്നാൽ ആദ്യത്തെ ഒരു വർഷം വ്യാഴം 10ാം ഭാവമായ കർമ്മസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് കൊണ്ടും വ്യാഴം പ്രപഞ്ചത്തിൻ്റെ പൂർണ്ണ ശുഭനും നിങ്ങൾക്കും പൂർണ്ണ ശുഭനായതുകൊണ്ട് ഈ ആദ്യ ഒരു വർഷക്കാലം വ്യാഴം 10ാം ഭാവമായ കർമ്മസ്ഥാനത്ത് വ്യാഴം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജന്മരാശിയിൽ സഞ്ചരിക്കുന്ന സമയം വ്യാഴം നിങ്ങൾക്ക് 10ാം ഭാവമായ കർമ്മസ്ഥാനത്തിൻ്റെ അധിപതി കൂടിയാണ്. അപ്പോൾ വ്യാഴം ഈ സഞ്ചരിക്കുന്ന ഒരു വർഷക്കാലം കണ്ടകശനിയുടെ 10ാം ഭാവത്തിലുള്ള ദോഷം നിങ്ങൾക്ക് അത്രമേൽ ബാധിക്കില്ല.
അങ്ങനെ വരുമ്പോൾ ഈ ഒരു വർഷക്കാലം കർമ്മസംബന്ധമായിട്ട് ചെറിയ ചില നല്ല മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. ഈ ഒരു കാലഘട്ടം നിങ്ങൾ ചെയ്യുന്ന ജോലിയിലൊക്കെ ഒരു മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വ്യാഴം മെയ് മാസം 15-ാം തീയതി വ്യാഴമാറ്റം സംഭവിച്ചു കഴിയുമ്പോൾ ഒരു പുതിയ ജോലിക്കൊക്കെ ശ്രമിച്ചാൽ അതൊക്കെ ലഭിക്കുന്ന അനുഭവം ഉണ്ടാകും. വിദേശ ജോലി, വിദേശവാസം, വിദേശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ അനുഭവത്തിൽ വരും. അതുപോലെ സ്വന്തമായി ഒരു തൊഴിൽ ബിസിനസ്സൊക്കെ നടത്തുന്ന വ്യക്തികൾ, അത് നമ്മുടെ രാജ്യത്താണെങ്കിലും വിദേശ രാജ്യത്തൊക്കെ ആ ഒരു സ്വന്തം ബിസിനസ് തൊഴിൽ ചെയ്യുന്നവർക്കൊക്കെ ഈ ഒരു വ്യാഴം മെയ് മാസം 15-ന് മാറിക്കഴിയുമ്പോൾ ആ കണ്ടകശനിയുടെ ദോഷങ്ങളൊക്കെ വളരെ കുറഞ്ഞ് ആ കർമ്മസംബന്ധമായിട്ടുള്ള ബിസിനസ് തൊഴിൽ മേഖലയിലൊക്കെ നല്ല മാറ്റങ്ങളും ഗുണാനുഭവങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുകയും ചെയ്യും. അതുപോലെ ഈ ഒരു കാലഘട്ടത്തിൽ പലരെയും സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ട് ചില പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനുള്ള ഒരു ഈശ്വരാനുഗ്രഹവും വന്നു ചേരുന്ന ഒരു സമയമാണ്. അതുപോലെ നിങ്ങളുടെ രാശിയുടെ അധിപൻ ബുധനാണ്. ഇപ്പോൾ രാശ്യാധിപൻ്റെ നിങ്ങളുടെ രാശിയിലേക്ക് തന്നെ വ്യാഴം മാറുന്നത് കൊണ്ട് നിങ്ങളുടെ മനസ്സിലൊക്കെ കാലാകാലങ്ങളിലായിട്ടുണ്ടായിരുന്ന പല ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാൻ സാധിക്കും. പല പരിശ്രമങ്ങളും നല്ല രീതിയിൽ അനുഭവത്തിൽ വരുന്ന ഒരു സമയവുമാണ്. പിന്നീട് പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത്, നിങ്ങളുടെ ദാമ്പത്യ കുടുംബജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്കും ഈ കാലഘട്ടത്തിൽ ഒരു ആശ്വാസമുണ്ടാകും. പലരെയും സംബന്ധിച്ച് പല പ്രശ്നങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുമാറുകയും ചെയ്യും. 7-ാം ഭാവമായ കളത്രസ്ഥാനം, ദാമ്പത്യ സ്ഥാനത്തിൻ്റെ ആധിപത്യം കൂടെ വഹിക്കുന്ന ഗ്രഹമാണ് വ്യാഴം മിഥുനം രാശിക്കാർക്ക്. അപ്പം മകയിരം, തിരുവാതിര, പുണർന്ന നക്ഷത്രത്തിൽ ജനിച്ച ഏതൊക്കെ വ്യക്തികളാണോ ദാമ്പത്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത്, അതല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് കൊണ്ട് ഭാര്യാഭർത്താക്കന്മാർ 2 കുടുംബങ്ങളിലോ 2 സ്ഥലങ്ങളിലോ ആയിട്ടൊക്കെ വേർപിരിഞ്ഞ് കഴിയുന്നത്, അങ്ങനെയുള്ളവരെയൊക്കെ സംബന്ധിച്ച് ആ ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് നല്ല രീതിയിൽ സംസാരിച്ച് പരിഹരിച്ച് മുന്നോട്ട് പോകുവാനുള്ള അവസരങ്ങളും ഭാഗ്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു കാലഘട്ടത്തിൽ വന്നു ചേരും. അതുപോലെ വിവാഹ കാര്യങ്ങളുണ്ടായിരുന്ന തടസ്സങ്ങൾ, പ്രയാസങ്ങളൊക്കെ ഒന്ന് വിട്ടുമാറി അനുയോജ്യമായിട്ടുള്ള നല്ല മംഗളകരമായ വിവാഹം നടക്കുന്ന ഒരു കാലഘട്ടവും. എടുത്തു പറയാനുള്ളത്, മിഥുനരാശിയിൽപ്പെട്ട നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ ആരൊക്കെയാണോ ഒരു പുനർവിവാഹത്തിനായിട്ട് പരിശ്രമിക്കുന്നത് അല്ലെങ്കിൽ ഒരു പുനർവിവാഹത്തിന് കാത്തിരിക്കുന്നത്, അവരെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ജീവിത പങ്കാളി ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങളിലേക്ക് വന്നു ചേരും. നല്ല രീതിയിലുള്ള ഒരു പുനർവിവാഹം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയവുമാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിലും കർമ്മസംബന്ധമായിട്ടാണെങ്കിലും ഒക്കെ ഒരു നല്ല മാറ്റം ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ലഭിക്കും. ഈ കണ്ടകശനിയുടെ ഈ ഒരു സമയം മിഥുനരാശിക്കാരെ സംബന്ധിച്ച് വ്യാഴം 10-ാം ഭാവമായ കർമ്മസ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന വ്യാഴം നിങ്ങളുടെ ജന്മരാശിയിൽ സഞ്ചരിക്കുന്ന ഈ ഒരു സമയം ആ ഒരു വർഷക്കാലം കണ്ടകശനി ദോഷത്തിൽ നിന്ന് നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്ന ഒരു സമയമാണ്. അത് തന്നെ വളരെ മഹാഭാഗ്യം, ഒരു പുണ്യം തന്നെയാണ്. മിഥുനരാശിക്കാരെ സംബന്ധിച്ച് എല്ലാ രീതിയിലും നിങ്ങളെ സംബന്ധിച്ച് ഒരു നല്ല മാറ്റം, ഗുണഫലങ്ങളൊക്കെ വന്നു ചേരും. ആ ജാതകപ്രകാരം കൂടെ നല്ലൊരു ദശാകാലഘട്ടമൊക്കെ നടക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജോലി, തൊഴിൽ, ബിസിനസ് പരമായിട്ടൊക്കെ വളരെ വലിയ മാറ്റങ്ങൾ, ഉയർച്ചകളൊക്കെ വന്നു ചേരും. ആ കണ്ടകശനിയുടെ ദോഷത്തെ ഒരു വർഷക്കാലം നിങ്ങൾ ഭയപ്പെടേണ്ടതായിട്ടില്ല. അതുപോലെ തന്നെയാണ് കുടുംബ ദാമ്പത്യ ജീവിതത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ, വിവാഹത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെയും ആ ഒരു ഈശ്വരാനുഗ്രഹം, ഒരു നന്മ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയമാണ്. ഈ ഒരു സമയം മിഥുനരാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും അവരവരുടെ സ്വന്തം ജന്മജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് അത്രമേൽ ഉത്തമമാണെന്ന് മനസ്സിലാക്കുക. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ മിഥുനരാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വ്യാഴമാറ്റം എല്ലാ നന്മകളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് വ്യാഴമാറ്റത്തെ പറ്റിയാണ്. 2025 മെയ് മാസം 15-ാം തീയതിയാണ് വ്യാഴമാറ്റം സംഭവിക്കുന്നത്. വ്യാഴം പ്രപഞ്ചത്തിൻ്റെ പൂർണ്ണ ശുഭനായിട്ടുള്ള ഗ്രഹമാണ്. ഓരോ വ്യാഴമാറ്റവും 12 രാശികളിൽപ്പെട്ട ചില രാശിക്കാരെ സംബന്ധിച്ച് ആ ഒരു വർഷക്കാലം വലിയ നേട്ടങ്ങൾ, ഗുണഫലങ്ങൾ, നന്മകൾ നൽകും. എന്നാൽ ചില രാശിക്കാരെ സംബന്ധിച്ച് ആ ഒരു വർഷക്കാലം ഒരല്പം ബുദ്ധിമുട്ട്, പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ നൽകുന്ന കാലഘട്ടമാണ്. വ്യാഴം ആ രാശിക്ക് അനുകൂല സ്ഥിതിയിൽ സഞ്ചരിക്കുമ്പോഴാണ് ആ ഒരു വർഷക്കാലം നല്ല ഗുണഫലങ്ങൾ, നന്മകളൊക്കെ നൽകുന്നത്. വ്യാഴം പ്രപഞ്ചത്തിൻ്റെ പൂർണ്ണ ശുഭനാണ്, ഗുരുവാണ്. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് കർക്കിടകം രാശിക്കാരായ പുണർദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഈ വ്യാഴമാറ്റം എങ്ങനെയുള്ള ഒരു ഫലങ്ങളാണ് നൽകുന്നത് എന്നതിനെ പറ്റിയാണ്. വ്യാഴം ഇപ്പോൾ ഇടവം രാശിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. മെയ് 15-ന് വ്യാഴം ഇടവം രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് രാശി മാറി വരുന്ന സമയമാണ്. കർക്കിടകം രാശിക്കാരായ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് വ്യാഴം മിഥുനം രാശിയിലേക്ക് വരുമ്പോൾ അത് 12-ാം ഭാവമായ വ്യയസ്ഥാനമായിട്ടാണ് വരുന്നത്.
വ്യാഴം നിങ്ങളെ സംബന്ധിച്ച് പൂർണ്ണ ശുഭനായിട്ടുള്ളൊരു ഗ്രഹമാണ്. ഈ ഗ്രഹം 12-ാം ഭാവത്തിൽ വരുമ്പോൾ 12-ാം ഭാവം ഒരു മറവ് സ്ഥാനവും വ്യയസ്ഥാനവും ചിലവുകളെ കുറിക്കുന്ന ഭാവവും അലച്ചിലുകളെ കുറിക്കുന്ന ഭാവവും ഒക്കെയാണ്. ഇവിടെ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ ഒരു വ്യാഴമാറ്റം ഒരു ഗുണദോഷ സമ്മിശ്ര ഫലമാണ് നൽകുക. അതെന്തുകൊണ്ടാണ് ഗുണദോഷ സമ്മിശ്ര ഫലമെന്ന് പറയുന്നതെന്ന് ചോദിച്ചാൽ, വ്യാഴം പൂർണ്ണ ശുഭനാണ്, അതുകൊണ്ട് ഒരുപാട് വലിയ ദോഷങ്ങൾ നൽകില്ല. പക്ഷേ 12-ാം ഭാവമായ വ്യയസ്ഥാനത്ത് മറവ് സ്ഥാനത്ത് വ്യാഴം മറയുന്നതും അത് ബുധൻ്റെ രാശിയായ മിഥുനമായി വരുന്നതും, ബുധൻ കർക്കിടകം രാശിക്കാർക്കൊരു പാപനാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കൊരു ഗുണദോഷ സമ്മിശ്ര ഫലമായിരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ അനുഭവത്തിൽ വരിക. ഈ വ്യാഴമാറ്റത്തിൻ്റെ ദോഷഫലങ്ങൾ നിങ്ങൾക്ക് എത്രമേൽ കുറയുന്നു, നന്മകൾ എങ്ങനെ അനുഭവത്തിൽ വരുന്നു കൂടുതലായിട്ട് എന്നറിയണമെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകണം. പലരും യൂട്യൂബിലും മറ്റും രാശിഫലത്തെ മാത്രം അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയല്ല വേണ്ടത്. നിങ്ങളുടെ സ്വന്തം ജനന ജാതകത്തിൽ പുണർദം പൂയം ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങൾക്ക് നിങ്ങളുടെ ജാതകപ്രകാരം ലഗ്നത്തിനെ അടിസ്ഥാനമാക്കി വ്യാഴം ശുഭനാണെങ്കിൽ, ഇപ്പോൾ ശുഭനായ വ്യാഴത്തിൻ്റെ ദശ നടക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രഹത്തിൻ്റെ ശുഭഗ്രഹത്തിൻ്റെ ദശ നിങ്ങൾക്കിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഈ വ്യാഴമാറ്റത്തിൻ്റെ ദോഷഫലങ്ങൾ നിങ്ങൾക്ക് അത്രമേലൊന്നും അനുഭവത്തിൽ വരില്ല. പേരിന് മാത്രം എന്തെങ്കിലും ചെറിയ തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ വന്നാൽ തന്നെ അതിനെ നിഷ്പ്രയാസം അതിജീവിച്ച് പോകുവാനും സാധിക്കും. മറിച്ച് ജനന ജാതകപ്രകാരം കൂടെ ഏതെങ്കിലും ഒരു പാപഗ്രഹത്തിൻ്റെ ദശ നടക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കാണ് ഈ ഒരു വർഷക്കാലം വലിയ ബുദ്ധിമുട്ട് പ്രശ്നങ്ങൾ ഒക്കെ അനുഭവത്തിൽ വരുന്നത്. അതറിയണമെങ്കിൽ ആ ജനന ജാതകം പരിശോധിക്കണം. ജാതകത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് ഓരോ വ്യക്തികളും മനസ്സിലാക്കുക. കർക്കിടകം രാശിക്കാരായ നിങ്ങളെ സംബന്ധിച്ച് വ്യാഴം 12-ാം ഭാവമായ മറവ് സ്ഥാനത്ത് മറയുമ്പോൾ ഈ ഒരു കാലഘട്ടം, ഒരു വർഷക്കാലം ഒരുപാട് പാഴ്ചിലവുകൾ, അനാവശ്യ ചിലവുകൾ വന്നു ചേരുന്ന ഒരു സമയമാണ്. പ്രധാനമായിട്ടും നമ്മളൊരു ശുഭകാര്യത്തിനെന്ന് പറഞ്ഞ് ചിലവഴിക്കുന്ന പണം പോലും ഒരു പാഴ്ചിലവായിട്ട് നഷ്ടപ്പെട്ടു പോകാം. ചിലരെ സംബന്ധിച്ച് ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കേണ്ട അവസ്ഥ, അല്ലെങ്കിൽ മറ്റ് ശുഭകാര്യങ്ങൾക്കെന്ന് പറഞ്ഞാൽ നമ്മൾ പണം ചിലവഴിക്കുമ്പോൾ അത് പാഴ്ചിലവായിട്ട് നഷ്ടപ്പെട്ടു പോവുക. ചിലരെ സംബന്ധിച്ച് വിദേശ ജോലിയോ വിദേശ ഭാഗ്യമോ അതുപോലെ ഉയർ വിദ്യാഭ്യാസത്തിന് ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും നമ്മൾ പണം കൊടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് കാര്യങ്ങൾ നല്ല ഭംഗിയായിട്ട് നടക്കണമെന്നില്ല. നമ്മുടെ കൈകളിൽ നിന്ന് പണം നഷ്ടപ്പെട്ടാൽ അതേ വേഗത്തിൽ തിരിച്ച് കിട്ടണമെന്നില്ല. ചിലപ്പോൾ ഒരുപാട് പ്രാവശ്യം അല്ലെങ്കിൽ കുറച്ചധികം കാലം അതിനുവേണ്ടിയൊക്കെ അലയേണ്ട അലച്ചിലുകൾ ലഭിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും. അതുകൊണ്ട് പണം വാങ്ങുന്നതിലും കൊടുക്കുന്നതിലും വളരെയധികം ശ്രദ്ധ ഉണ്ടാകേണ്ട ഒരു സമയമാണ്. ഈ ഒരു സമയം ജാതകപ്രകാരം ഒരു നല്ല ദശാകാലം നടക്കുന്നവർ മാത്രമേ ഒരു പുതിയൊരു ഭൂമി വാങ്ങുവാൻ ഇറങ്ങിത്തിരിക്കുക, അല്ലെങ്കിൽ ഗൃഹനിർമ്മാണത്തിന് ഇറങ്ങിത്തിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മുന്നോട്ട് പോകുവാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ ഈ ഒരു സമയം ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഗൃഹനിർമ്മാണം, ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങുമ്പോൾ അതിലേക്ക് ഒരുപാട് അലച്ചിലുകൾ, പാഴ്ചിലവുകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ്. മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം അതുപോലെ നിങ്ങളാൽ ഈ ഒരു സമയത്ത് സാധിക്കണമെന്നില്ല. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധയും കരുതലുമൊക്കെ നിങ്ങളെ സംബന്ധിച്ചുണ്ടാകണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധാരാളം ചിലവുകൾ വന്നു ചേരുന്ന ഒരു വർഷക്കാലമാണിത്. ആ ചിലവുകളെ ശുഭച്ചിലവുകളാക്കി മാറ്റുക എന്നുള്ളതാണ് നിങ്ങളുടെ കഴിവ് എന്ന് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞ ഗുണദോഷ സമ്മിശ്ര ഫലമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ദോഷഫലങ്ങൾ ലഭിക്കുന്ന ഒരു കാലമാണ്. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ കൈകളിലേക്ക് പണം വന്നാൽ ആ പണത്തിനെ എത്രയും വേഗം ഒരു ശുഭച്ചിലവാക്കി നിങ്ങൾക്ക് മാറ്റുവാൻ സാധിക്കണം. അതല്ലാതെ ആ പണം നിങ്ങളുടെ കൈകളിൽ ഇരുന്നാൽ അത് ഏതെങ്കിലും തരത്തിലുള്ളൊരു പാഴ്ചിലവായിട്ട് തന്നെ മാറും. കാരണം അതാണ് ഈ ഒരു വർഷക്കാലം നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നതും. അതുപോലെ മനസ്സിലെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കണമെന്നില്ല. മനസ്സിലെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ചെറിയ തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, മനസ്സിൻ്റെ സ്വസ്ഥതക്കുറവ് നശിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഒരു ആത്മവിശ്വാസം കുറയ്ക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുള്ളതുകൊണ്ട് ആ കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധയും കരുതലും ഉണ്ടാകണം. വ്യാഴം നിങ്ങളെ സംബന്ധിച്ച് പൂർണ്ണ ശുഭനായതുകൊണ്ട് ഒരുപാട് ദോഷങ്ങൾ നൽകില്ല. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് 12-ൽ വ്യാഴം മറയുമ്പോൾ, അതും നിങ്ങൾക്ക് പാവനായ ബുധൻ്റെ രാശിയിൽ കൂടെ വ്യാഴം മറയുമ്പോൾ, ആ വ്യാഴത്തിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് നല്ല ഗുണഫലങ്ങൾ അനുഭവത്തിൽ ലഭിക്കണമെങ്കിൽ ആ ജനന ജാതകപ്രകാരം ഏതെങ്കിലും ഒരു ശുഭഗ്രഹത്തിൻ്റെ ദശ കൂടെ നടന്നാൽ അത് കൂടുതൽ ഉത്തമമായിട്ട് വന്നു ചേരും. ഈ ഒരു കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് യാത്രകളൊക്കെ പലർക്കും അനുഭവത്തിൽ വരാം. യാത്രകൾ രണ്ട് തരത്തിൽ അനുഭവത്തിൽ വരും. ഒന്ന്, ഒരുപാട് കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന പുണ്യക്ഷേത്രങ്ങൾ, പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള ഭാഗ്യം വന്നു ചേരാം. മറ്റു ചിലരെ സംബന്ധിച്ച് കർമ്മ സംബന്ധമായിട്ട് ചെയ്യുന്ന ജോലി കാര്യമായിട്ടോ മറ്റു കാര്യങ്ങളുമായിട്ടോ ഒരുപാട് യാത്രകൾ, അലച്ചിലുകളായിട്ടുള്ള യാത്രകളൊക്കെ അനുഭവത്തിൽ വന്നു ചേരാനായിട്ട് സാധ്യത ഉള്ള ഒരു സമയവും കൂടിയാണ്. ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് ആരോഗ്യത്തിലൊക്കെ ഒരല്പം ശ്രദ്ധയും കരുതലുമൊക്കെ ഉണ്ടാകേണ്ട ഒരു കാലഘട്ടം, ഒരു സമയവും കൂടിയാണ്.
അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പൊതുവെ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളെല്ലാ കാര്യങ്ങളിലും ഒരല്പം ശ്രദ്ധിച്ച് കരുതലോടെ മുന്നോട്ട് പോയാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല. കാരണം വ്യാഴം നിങ്ങൾക്ക് ഒരു ശുഭഗ്രഹമായതുകൊണ്ട് ഒരുപാട് വലിയ ദോഷങ്ങൾ നൽകില്ല. എന്നാൽ ഈ പറഞ്ഞ പ്രകാരം ബുധൻ്റെ രാശിയായ മിഥുനത്തിൽ 12ാം ഭാവത്തിലൊക്കെ വ്യാഴം മറയുമ്പോഴാണ് ആ ഒരു ബുദ്ധിമുട്ട്, നമുക്ക് അലച്ചിലുകൾ, പ്രശ്നങ്ങളൊക്കെ കൂടുതലായിട്ട് വരുന്നത്. വ്യാഴത്തിന് ആ ഗുണഫലങ്ങൾ നൽകുവാനുള്ള ശക്തി അവിടെ കുറയും, ശക്തിക്ഷയം സംഭവിക്കും. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും നമ്മൾ വളരെ ശ്രദ്ധിച്ച് കരുതലോടുകൂടിയൊക്കെ മുന്നോട്ട് പോവുകയാണെങ്കിൽ പല തരത്തിലുള്ള പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നോട്ട് പോകുവാനും സാധിക്കും. മാസത്തിലൊരു വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ, ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഒരു തുളസിമാലയും പാൽപ്പായസവും ഒക്കെ വഴിപാടായിട്ട് നടത്തി മുന്നോട്ട് പോകുവാനാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് വലിയ നന്മകൾ, നേട്ടങ്ങൾ നൽകും. പൊതുവെ ഭാഗ്യാധിപതിയും എല്ലാവിധത്തിലുള്ള കഷ്ടനഷ്ടങ്ങളും നിങ്ങളിൽ നിന്ന് മാറ്റിക്കളയുന്ന ഏറ്റവും ശുഭനായിട്ടുള്ള ഗ്രഹമാണ് വ്യാഴം. ആ ഗ്രഹം 12ൽ മറയുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് അലച്ചിലുകൾ, ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ നൽകുന്നത്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധിച്ച് കരുതലോടുകൂടി മുന്നോട്ട് പോയാൽ ഒരു 80% പ്രശ്നങ്ങളെ നിങ്ങൾക്ക് അതിജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. അതിന് വളരെ ശ്രദ്ധ വേണം. നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ വളരെ ആലോചിച്ച് വേണം. വളരെ പെട്ടെന്ന് എടുത്തു ചാടി ഒരു കാര്യങ്ങളിലും തീരുമാനമെടുക്കരുത്. അതൊരു ജോലി മാറ്റത്തിൻ്റെ കാര്യമാണെങ്കിലും, ഒരു വിദേശ ജോലിയാണെങ്കിലും, മറ്റുള്ളവർക്ക് പണം കൊടുക്കുന്നതിലാണെങ്കിലും, ഒരു യാത്രയുടെ കാര്യങ്ങളിലാണെങ്കിലും എല്ലാം നല്ലതുപോലെ ആലോചിച്ച്, 4 വട്ടം ആലോചിച്ച് ചിന്തിച്ച ശേഷം വേണം ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കാൻ. അങ്ങനെ മുന്നോട്ട് പോയാൽ ഈ ഒരു വർഷക്കാലം നല്ല രീതിയിൽ തരണം ചെയ്യുവാൻ നിങ്ങളാൽ സാധിക്കും. ഒരു നല്ല ജാതകപ്രകാരം നല്ല ദശ കൂടെ നടക്കുകയാണെങ്കിൽ ഈ പറയുന്ന ബുദ്ധിമുട്ടുകളൊക്കെ വളരെ പേരിന് മാത്രം എന്തെങ്കിലും തടസ്സങ്ങൾ വന്നു ചേരുമെന്ന് മാത്രമേ ഉള്ളൂ. അത് അവരവരുടെ സ്വന്തം ജനന ജാതകം നോക്കിയാലേ പറയുവാനും സാധിക്കും. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ കർക്കിടകം രാശിയിൽപ്പെട്ട പുണർദം, പൂയം, ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങൾക്ക് ഈ ഒരു വർഷക്കാലം ആ വ്യാഴത്തിൻ്റെ ബുദ്ധിമുട്ട്, ദോഷങ്ങളൊക്കെ കുറച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ചിങ്ങം മുതൽ മീനം വരെയുള്ള രാശികളിൽ ജനിച്ച നക്ഷത്രങ്ങളിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് 2025 വ്യാഴമാറ്റം എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയാണ്. വ്യാഴമാറ്റം സംഭവിക്കുന്നത് 2025 മെയ് മാസം 15-ാം തീയതിയാണ്. ഇടവം രാശിയുള്ള വ്യാഴം മിഥുനം രാശിയിലേക്കാണ് രാശി മാറി വരുന്നത്. വ്യാഴമെന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ പൂർണ്ണ ശുഭഗ്രഹമാണ്. ഈ ഗ്രഹത്തിൻ്റെ ഒരു വർഷക്കാലത്തേക്കുള്ള രാശിമാറ്റം പല വ്യക്തികളെയും അവരുടെ ജീവിതത്തിൽ അത്രമേൽ സ്വാധീനിക്കുന്ന ഒന്നാണ്. വ്യാഴം രാശിയിൽ വളരെ ശുഭഫലങ്ങൾ നൽകുന്ന ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ആ ഒരു വർഷക്കാലം ജീവിതത്തിൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, നന്മകളൊക്കെ വന്നു ചേരും. എന്നാൽ വ്യാഴം രാശിക്ക് അല്പം ദോഷം നൽകുന്ന രീതിയിൽ സഞ്ചരിക്കുന്ന ആ ഒരു വർഷക്കാലം ചില ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങളൊക്കെ പലർക്കും അനുഭവത്തിൽ വരികയും ചെയ്യും. ഈ ഒരു സമയം ചിങ്ങം മുതൽ മീനം വരെയുള്ള രാശികളിൽ ജനിച്ച നിങ്ങൾ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും നിങ്ങളുടെ സ്വന്തം ജനന ജാതക പ്രകാരം ഇപ്പോൾ ആർക്കെങ്കിലും വ്യാഴദശ നടക്കുന്നവരുണ്ടോ? നിങ്ങളുടെ ജാതകത്തിൽ ലഗ്നത്തിനെ അടിസ്ഥാനമാക്കി വ്യാഴം ശുഭനാണോ പാപനാണോ? അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രഹത്തിൻ്റെ ഒരു ദശയാണ് നടക്കുന്നതെങ്കിൽ അതിൽ വ്യാഴത്തിൻ്റെ അപഹാരം നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണം. വ്യാഴം ശുഭനാണോ പാപനാണോ എന്ന് മനസ്സിലാക്കുക. പലരും യൂട്യൂബിലും മറ്റും പല രാശിഫലം മാത്രം അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയല്ല. ഒരു രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ജനിച്ച എല്ലാവർക്കും നമ്മൾ ആ രാശിക്ക് എത്ര വലിയ ഗുണഫലങ്ങൾ, നല്ല ഗുണഫലങ്ങൾ പറഞ്ഞാലും, എത്ര ദോഷം വരുന്ന ഫലങ്ങൾ പറഞ്ഞാലും എല്ലാവർക്കും അത് ഒരുപോലെ അനുഭവത്തിൽ വരണമെന്നില്ല. അതായത് ഗുണഫലങ്ങൾ ലഭിക്കുന്നതിലും ദോഷഫലങ്ങൾ ലഭിക്കുന്നതിലുമൊക്കെ ഏറ്റക്കുറച്ചിലുകൾ അനുഭവത്തിൽ വരും. അതിന് പ്രധാന കാരണം അവരവരുടെ ജനന ജാതകപ്രകാരം നടക്കുന്ന ദശാകാലങ്ങൾ കൂടെയാണെന്ന് ഓരോ വ്യക്തികളും മനസ്സിലാക്കുക. നമ്മുടെ ഓരോരുത്തരുടെയും ജനന ജാതകത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ട്. ആദ്യം ചിങ്ങം രാശിയിൽ വരുന്ന മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഈ ഒരു വ്യാഴമാറ്റം എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് നോക്കാം. നിങ്ങളെ സംബന്ധിച്ച് വ്യാഴം 11ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന അത്യുത്തമമായ കാലഘട്ടമാണ് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച്. 11ാം ഭാവം എന്ന് പറയുന്നത് തന്നെ സർവാഭീഷ്ട സ്ഥാനമാണ്. പല ചിങ്ങം രാശിക്കാർക്കുമുള്ളൊരു സംശയമാണ്, ഞങ്ങൾക്കിപ്പോൾ അഷ്ടമശനിയല്ലേ ആരംഭിച്ചിരിക്കുന്നത്, അപ്പോൾ അഷ്ടമശനി ആയതുകൊണ്ട് വ്യാഴമാറ്റം ഗുണം ലഭിക്കുമോ, അഷ്ടമശനിയുടെ ദോഷങ്ങളല്ലേ അനുഭവത്തിൽ വരുന്നത് എന്ന് പലർക്കും ഒരു സംശയമുണ്ട്. അഷ്ടമശനി എന്ന് പറയുന്നത് 2.5 വർഷക്കാലത്തേക്കാണ് ചിങ്ങം രാശിക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വ്യാഴമാറ്റം 1 വർഷക്കാലവും. അപ്പോൾ വ്യാഴം 11ൽ സഞ്ചരിക്കുന്ന ഈ 1 വർഷക്കാലം അഷ്ടമശനി ദോഷം നിങ്ങൾ ചിങ്ങം രാശിക്കാരെ ബാധിക്കില്ല എന്ന് മനസ്സിലാക്കുക.
അത്രമേൽ ബലത്തോടുകൂടി വ്യാഴം 11-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടമെന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്രമേൽ ഉത്തമമാണ്, ഈശ്വരാനുഗ്രഹമുള്ള സമയം. അപ്പോൾ ഈ ഒരു വർഷക്കാലം നിങ്ങൾക്ക് കണ്ടകശനിയെ ഭയപ്പെടേണ്ടതില്ല, കണ്ടകശനി ദോഷങ്ങൾ നിങ്ങളെ ബാധിക്കില്ല. വ്യാഴമെന്ന് പറയുന്ന ഗ്രഹം തന്നെ നിങ്ങൾക്ക് പൂർവ്വപുണ്യസ്ഥാനത്തിൻ്റെ അധിപതിയായ ഗ്രഹമാണ്. ഈ ഒരു വർഷക്കാലം ഈശ്വരാനുഗ്രഹമാണ് നിങ്ങൾക്ക് ലഭിക്കുക. ഈശ്വരാനുഗ്രഹം, ഭാഗ്യം എന്ന് പറയുന്ന ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. മറഞ്ഞിരിക്കുന്ന ഒരുപാട് ഗുണഫലങ്ങൾ, നന്മകളാണ് നിങ്ങൾക്ക് ഈ കാലഘട്ടങ്ങളിൽ അനുഭവത്തിൽ വരുന്നത്. കഴിഞ്ഞ കുറേ വർഷക്കാലമായി നിങ്ങൾ പരിശ്രമിച്ചിട്ടും സാധിക്കാതിരുന്ന പല കാര്യങ്ങളും ഈ വർഷം നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. മറഞ്ഞിരിക്കുന്ന നന്മകൾ എന്ന് പറയുമ്പോൾ ഈ ഒരു വർഷക്കാലമാണ് ചിങ്ങം രാശിയിൽപ്പെട്ട പലർക്കും കാലാകാലങ്ങളായിട്ടുള്ള ആഗ്രഹം, സ്വന്തമായൊരു ഭൂമി, സ്ഥലം വാങ്ങണം, ഒരു വീട് വയ്ക്കണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഈ ഒരു വർഷക്കാലമാണ് നിങ്ങൾക്ക് പ്രാബല്യത്തിൽ, ജീവിതത്തിൽ, അനുഭവത്തിൽ വരുന്നത്. അതുപോലെ ഇപ്പോൾ താമസിക്കുന്ന ഭവനം പുതുക്കി പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സമയവും സാഹചര്യവും വന്നു ചേരുന്ന കാലമാണ്. പൂർവികപരമായിട്ട് ലഭിക്കേണ്ട ഭൂമിയോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയം അത് നിങ്ങളിലേക്ക് വന്നു ചേരുകയും ചെയ്യും. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളിൽ ആരൊക്കെയാണോ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ആശുപത്രി വാസങ്ങൾ, അങ്ങനെ രോഗദുരിതങ്ങളിൽ കൂടെ കടന്നു പോകുന്നത്, അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് രോഗദുരിതങ്ങളിൽ നിന്ന് പൂർണ്ണമായി മുക്തി ലഭിക്കുന്ന ഒരു വർഷക്കാലമാണിത്. നിങ്ങൾ നടത്തി വരുന്ന ചികിത്സകളൊക്കെ നിങ്ങൾക്ക് പൂർണ്ണ ഫലപ്രാപ്തിയിൽ എത്തുന്ന സമയം. ഒരുപാട് നന്മകൾ, നേട്ടങ്ങൾ, ഈശ്വരാനുഗ്രഹങ്ങൾ, ഭാഗ്യങ്ങളാണ് നിങ്ങളിലേക്ക് വന്നു ചേരുക. ഒരു ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും അതല്ല ഒരു ബിസിനസ് ചെയ്യുന്ന ചിങ്ങം രാശിയിൽപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന പണം, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന പണം പലതും പാഴ്ചിലവായിട്ടൊക്കെ ഒരുപാട് അനാവശ്യ ചിലവുകളൊക്കെ വന്ന അനുഭവമുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു വർഷക്കാലം നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന പണം ആ പാഴ്ചിലവുകളൊക്കെ വിട്ടുമാറി നിങ്ങൾക്ക് തന്നെ ചെറുതോ വലുതോ ആയിട്ടുള്ള ഒരു നല്ല സമ്പാദ്യമായിട്ട് മാറുന്ന തരത്തിൽ അനുഭവത്തിൽ വരും. നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ച, ഒരു നന്മകൾ വന്നു ചേരും. ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. അതുപോലെ മകം, പൂരം, ഉത്രം നക്ഷത്രത്തിൽ ജനിച്ച പലർക്കും വിവാഹ കാര്യങ്ങളിലൊക്കെ ഒരുപാട് തടസ്സങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിട്ട ഒരു കാലഘട്ടമാണ്. എന്നാൽ വ്യാഴം മാറുന്നതോടുകൂടി ആ വിവാഹകാര്യങ്ങളിലുണ്ടായിരുന്ന എല്ലാവിധ തടസ്സങ്ങളും പ്രയാസങ്ങളും വിട്ടുമാറും. നിങ്ങൾക്ക് അനുയോജ്യരായ ജീവിത പങ്കാളിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ലഭിക്കുന്ന സമയം. ഒരു പുനർവിവാഹത്തിന് കാത്തിരിക്കുന്നവർക്കും ഈ ഒരു വർഷക്കാലം വളരെ വളരെ ഉത്തമമാണെന്ന് മനസ്സിലാക്കുക. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് മറ്റൊരു കാര്യം, നിങ്ങളുടെ കുട്ടികളുടെ സന്താനങ്ങളുടെ കാര്യത്തിലുണ്ടായിരുന്ന ആകുലതകൾ, വേവലാതികൾ, ആശങ്കകൾ വിട്ടുമാറി നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ കുട്ടികളുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ, നേട്ടങ്ങൾ വരുന്ന സമയം. അതായത് കുട്ടികൾക്ക് ഉയർ വിദ്യാഭ്യാസം ലഭിക്കുക, പരീക്ഷയിലൊക്കെ ഉന്നത വിജയം അനുഭവത്തിൽ വരിക, നല്ല വിദേശ ജോലി, ഉയർ പഠനം, ഇതിനൊക്കെ ഒരു ഭാഗ്യം ലഭിക്കുന്ന വർഷം. അതുപോലെ കുട്ടികളുടെ വിവാഹകാര്യങ്ങൾ ഉണ്ടായിരുന്ന ആ തടസ്സങ്ങളൊക്കെ വിട്ടുമാറി അനുയോജ്യമായിട്ടുള്ള മംഗല്യഭാഗ്യം നിങ്ങളുടെ കുട്ടികൾക്ക് നടക്കുന്ന സമയം. ചിങ്ങം രാശിയിൽപ്പെട്ട മാതാപിതാക്കളെ സംബന്ധിച്ച് നിങ്ങളുടെ കുട്ടികളാൽ നിങ്ങളുടെ മനസ്സിന് തന്നെ ഒരു സമാധാനം, സുഖം, സന്തോഷമൊക്കെ ലഭിക്കുന്ന അനുഭവങ്ങളും വന്നു ചേരും. ഈ ഒരു വർഷക്കാലം ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് അത്രമേൽ ഉത്തമമാണ്. വ്യാഴമാറ്റം 11-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് നേട്ടങ്ങൾ, നന്മകൾ, പ്രത്യേകിച്ച് സാമ്പത്തികപരമായ, ധനപരമായിട്ടുള്ള ഒരുപാട് അഭിവൃദ്ധി, നന്മകൾ വന്നു ചേരും. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത ആളുകളിൽ നിന്നോ അല്ലെങ്കിൽ തീരെ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്നൊക്കെ ആയിരിക്കും നിങ്ങളുടെ കൈകളിലേക്ക് ആ ഒരു ധനം വന്നു ചേരുന്നത് എന്ന് മനസ്സിലാക്കുക. നിങ്ങളെ സംബന്ധിച്ച് അത്രമേൽ ശുഭനാണ് വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം. ഇപ്പോൾ സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ച, അതുപോലെ ഈ ഒരു വർഷക്കാലം കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കുന്ന ഒരു സമയമാണ്. ഗൃഹപ്രവേശം, അതുപോലെ വിവാഹം തുടങ്ങിയ മംഗളകാര്യങ്ങളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ ലഭിക്കും. അതുപോലെ ചിങ്ങം രാശിക്കാരായ ദമ്പതികളെ സംബന്ധിച്ച് വിവാഹം കഴിഞ്ഞ് കാലാകാലങ്ങളായി ഒരു സന്താന ഭാഗ്യമില്ലാതെ വിഷമിക്കുന്നവരാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി ചികിത്സ നടത്തുന്നവരാണെങ്കിൽ ഈ ഒരു കാലഘട്ടം സന്താന ഭാഗ്യവും നിങ്ങൾക്ക് വന്നു ചേരുന്ന അത്യുത്തമമായ സമയം, അത്യുത്തമമായ കാലമാണ്. ഈ ഒരു വർഷക്കാലം ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജനന ജാതകപ്രകാരം കൂടെ ഒരു ശുഭഗ്രഹത്തിന് ദശ നടക്കുകയാണെങ്കിൽ ഈ ഒരു വർഷക്കാലം നിങ്ങളുടെ ജീവിതത്തിലെ സർവ്വശ്രേഷ്ഠമായ അഭിവൃദ്ധിയുടെ ഒരു കാലഘട്ടമായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു സമയം അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് ഉത്തമമാണ്. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ ചിങ്ങം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും ഈ വ്യാഴമാറ്റം ആയുരാരോഗ്യ സൗഖ്യങ്ങളും സർവ്വ ഐശ്വര്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കന്നിരാശിക്കാരായ ഉത്രം, അത്തം, ചിത്തിര നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് വ്യാഴമാറ്റം എങ്ങനെയുള്ളൊരു ഫലങ്ങളാണ് നൽകുന്നത് എന്ന് നോക്കാം. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു വർഷക്കാലം പൊതുവെ ഒരു ഗുണദോഷ സമ്മിശ്ര കാലഘട്ടമായിട്ടാണ് അനുഭവത്തിൽ വരിക. ഒരുപാട് വലിയ നേട്ടങ്ങളും ദോഷങ്ങളും ഒന്നും അനുഭവത്തിൽ വരാത്ത ഒരു ഗുണദോഷ സമ്മിശ്ര കാലം.
വ്യാഴം 10-ാം ഭാവത്തിൽ വരുമ്പോൾ വ്യാഴം കർമ്മസ്ഥാനത്താണ് വരുന്നത്. പൊതുവെ കന്നി രാശിക്കാരെയും ലഗ്നക്കാരെയും ഒക്കെ സംബന്ധിച്ച് വ്യാഴം ഒരു പാപഗ്രഹമാണ്. അപ്പോൾ പാപനായ വ്യാഴം 10-ാം ഭാവമായ കർമ്മസ്ഥാനത്ത് വരുമ്പോൾ, ജീവനസ്ഥാനത്ത് വരുമ്പോൾ അത് വളരെയധികം ദോഷം നൽകേണ്ട ഒന്നാണ്. എന്നാൽ ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് കന്നിരാശിക്കാരുടെ രാശ്യാധിപനായ ബുധൻ്റെ തന്നെ രാശിയായ മിഥുനത്തിലേക്കാണ് വ്യാഴം രാശി മാറി വരുന്നത്. അതാണ് നിങ്ങൾക്ക് ഒരല്പം ആശ്വാസം, ആ ദോഷഫലങ്ങൾ ഒരല്പം കുറയുന്നതിന് പ്രധാന കാരണം. 10-ാം ഭാവമായ കർമ്മസ്ഥാനം ജീവനസ്ഥാനമായതുകൊണ്ട് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അവരവരുടെ കർമ്മ മേഖലയിലാണ്. നിങ്ങൾ ചെയ്യുന്ന ജോലി, തൊഴിൽ, കർമ്മത്തിലൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടമാണ്. ഈ ഒരു വർഷക്കാലം കന്നിരാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജോലി മാറ്റത്തിന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ജനന ജാതകപ്രകാരം ഒരു നല്ല ശുഭഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നെങ്കിൽ മാത്രമേ ഇപ്പോൾ ചെയ്യുന്ന ജോലി, കർമ്മത്തിൽ നിന്ന് ഒരു മാറ്റത്തിന് ശ്രമിക്കുവാൻ പാടുള്ളൂ. അത് നമ്മുടെ നാട്ടിലാണെങ്കിലും അതല്ല വിദേശ ജോലിക്കാണെങ്കിലും, അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തികൾ ഒരു കമ്പനിയിൽ നിന്ന് മറ്റൊരു കമ്പനിയിലേക്കുള്ളൊരു മാറ്റം ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് ഒരു ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെ ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ ജാതകപ്രകാരം ഒരു നല്ല ദശാകാലഘട്ടം കൂടിയാണെങ്കിൽ മാത്രമേ അതിനൊക്കെ മുന്നിട്ടിറങ്ങാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, വ്യാഴം 10-ാം ഭാവമായ കർമ്മസ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ ഒരു പദവി മാറ്റം അല്ലെങ്കിൽ പദവി നഷ്ടം, അങ്ങനെയുള്ള പല കാര്യങ്ങളുമാണ് വ്യാഴം നൽകുന്നത്. പ്രത്യേകിച്ച് വ്യാഴം നിങ്ങൾക്ക് പാപനായ ഗ്രഹമായതുകൊണ്ട്. വ്യാഴം ശുഭനാണ്, കർമ്മസ്ഥാനമായ 10-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതെങ്കിൽ ഗുണഫലങ്ങൾ, നല്ല നേട്ടങ്ങളൊക്കെ അനുഭവത്തിൽ വരും. ഇവിടെ വ്യാഴം പാപനായതിനാൽ നിങ്ങൾക്ക് അത്രമേൽ ഗുണഫലങ്ങൾ ലഭിക്കില്ല. അതുകൊണ്ട് ചെയ്യുന്ന ജോലിയിൽ, നിങ്ങളുടെ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ, അതൊരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ കർമ്മമേഖലയിൽ അനാവശ്യമായ എതിർപ്പുകൾ, പ്രശ്നങ്ങൾ, ശത്രുതകൾ, എന്തെങ്കിലുമൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകൾ, അത് കൂടെ ജോലി ചെയ്യുന്നവരിൽ നിന്നാകാം, അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥരിൽ നിന്നാകാം, അങ്ങനെ ചെറിയതായിട്ട് ഒരു സ്ട്രെസ്സ്, ഒരു സമ്മർദ്ദം നിങ്ങളുടെ കർമ്മമേഖലയിൽ അനുഭവപ്പെടുന്ന ഒരു വർഷക്കാലമാണ്. അതുകൊണ്ട് ഈ ഒരു വർഷക്കാലം പലതും കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച്, പലതും ഒരു കാതിൽ കൂടെ കേട്ട് മറുകാതിൽ കൂടെ കളഞ്ഞ് അവരുടെ കർമ്മത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോവുക. ഉള്ളതിനെ നിലനിർത്തി മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും അഭികാമ്യം. അതല്ല ഒരു ജോലി മാറ്റം ആവശ്യമാണ്, അത് കൂടിയേ തീരൂ എന്നുള്ള സാഹചര്യത്തിലുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ജനന ജാതകപ്രകാരമുള്ള ദശാകാലം കൂടെ പരിഗണിച്ച്, ദശാകാലം ഉത്തമമാണെങ്കിൽ ധൈര്യമായി മുന്നോട്ട് പോകാം. ഈ വ്യാഴമാറ്റത്തെ ഭയപ്പെടേണ്ടതില്ല. അതറിയണമെങ്കിൽ ജാതകം പരിശോധിക്കണം. മറിച്ച് ദശാകാലം മോശമാണെങ്കിൽ തൽക്കാലം ഉള്ള ജോലി നിലനിർത്തി മുന്നോട്ട് പോവുകയാണ് നല്ലത്. അതുപോലെ ഒരു ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ഒരുപാട് പണം മുടക്കി ഒന്നും ഈ ഒരു വർഷക്കാലം ചെയ്യാതിരിക്കുന്നതാകും ഉത്തമം. അതുപോലെ ട്രേഡിങ്, അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റിലൊക്കെ അവർ പണം നിക്ഷേപിക്കാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ അതും ജാതകം പരിശോധിച്ച ശേഷം മാത്രമേ മുന്നോട്ട് പോകാൻ പാടുള്ളൂ. പ്രധാനമായും നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൽ അതിൻ്റേതായ തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ നൽകുന്ന ഗ്രഹമാണ് ഒരു വ്യാഴം. വ്യാഴമെന്ന് പറയുന്ന ഗ്രഹം. അപ്പോൾ ഈ ഒരു കാലഘട്ടം നിങ്ങളുടെ കർമ്മ മേഖലയിൽ, അത് നിങ്ങൾ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും സ്വന്തം തൊഴിൽ ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിലും കർമ്മത്തിൽ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട സമയമാണ്. അതുപോലെ തന്നെ അവരവരുടെ ശാരീരികപരമായിട്ടുള്ള ആരോഗ്യത്തിലും ഒരല്പം ശ്രദ്ധ വേണ്ടുന്നൊരു കാലഘട്ടമാണ് കന്നിരാശിക്കാരെ സംബന്ധിച്ച്. മനസ്സിനും ശരീരത്തിനും അസ്വസ്ഥത ഉളവാക്കുന്ന എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഈ ഒരു സമയത്ത് വ്യാഴം നൽകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലായതുകൊണ്ട് ആരോഗ്യകാര്യങ്ങളിലൊക്കെ ഒന്ന് അല്പം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട സമയവുമാണ്. ദാമ്പത്യ കുടുംബജീവിതത്തിലും കന്നിരാശിക്കാരെ സംബന്ധിച്ച് നല്ല ശ്രദ്ധയുണ്ടാകണം. കാരണം വ്യാഴമെന്ന് പറയുന്ന ഗ്രഹം തന്നെ കളത്രസ്ഥാനം, ദാമ്പത്യസ്ഥാനത്തിന് ദോഷം നൽകുന്ന ഗ്രഹമാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടം ദാമ്പത്യ കുടുംബജീവിതത്തിൽ അനാവശ്യമായിട്ടുള്ള സംസാരങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, വാക്കുതർക്കങ്ങളൊക്കെ അനുഭവത്തിൽ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദാമ്പത്യ കുടുംബജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കി ക്ഷമയോടുകൂടി മുന്നോട്ട് പോകുന്നതാണ് ഉത്തമം. എന്തെങ്കിലും ഒരു ചെറിയ കാര്യങ്ങൾ മതിയാകും അതൊരു വലിയ പ്രശ്നത്തിലേക്കോ വാക്കുതർക്കത്തിലേക്കോ ഒക്കെ പോകുവാനായിട്ട്. അതുകൊണ്ട് ദാമ്പത്യ കുടുംബജീവിതത്തിൽ വളരെ ശ്രദ്ധയും കരുതലും ഈ ഒരു കാലഘട്ടത്തിൽ കന്നിരാശിക്കാരെ സംബന്ധിച്ച് ഉണ്ടാകണം. വിവാഹ കാര്യങ്ങളിലൊക്കെ ഇറങ്ങുമ്പോൾ ഒരല്പം തടസ്സങ്ങളും പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ കന്നിരാശിക്കാർക്ക് അനുഭവത്തിൽ വരാം. അതിനാൽ ജാതകപ്രകാരം ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജാതകപ്രകാരം നല്ല ദശയാണെങ്കിൽ ഈ ബുദ്ധിമുട്ടുകളൊന്നും അനുഭവത്തിൽ വരില്ല. നല്ല മംഗളകരമായ അനുയോജ്യമായ വിവാഹം നടക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു ചേരും. പക്ഷേ എല്ലാവർക്കും
കന്നിരാശിയിൽപ്പെട്ട ഉത്രം, അത്തം, ചിത്ര നക്ഷത്രത്തിൽ ജനിച്ച എല്ലാവർക്കും ഒരുപോലെ നല്ല ഒരു ഗ്രഹത്തിൻ്റെ ജാതകത്തിൽ ശുഭഗ്രഹത്തിൻ്റെ ദശ നടക്കണമെന്നില്ല. പാപഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നവർക്ക് ഈ ഒരു വർഷക്കാലം ഒരല്പം ബുദ്ധിമുട്ട് കൂടുതലായിരിക്കും എന്ന് മനസ്സിലാക്കുക. പൊതുവെ വ്യാഴമാറ്റം കന്നിരാശിക്കാർക്ക് അത്ര നല്ലതല്ല. അത് ശാരീരികവും മാനസികവുമായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും ദാമ്പത്യ കുടുംബജീവിതത്തിലും ചെയ്യുന്ന ജോലി കർമ്മത്തിലുമൊക്കെ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, തടസ്സങ്ങൾ, പ്രയാസങ്ങൾ അനുഭവത്തിൽ വരുന്ന കാലമായതുകൊണ്ട് വളരെ ശ്രദ്ധയോടും കരുതലോടും കൂടി ഈ ഒരു വർഷം നിങ്ങൾ കടന്ന് മുന്നോട്ട് പോവുക. പ്രത്യേകിച്ച് കന്നിരാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടകശനി കൂടെ നടക്കുന്ന കാലഘട്ടമാണ്. വ്യാഴമാറ്റവും അത്ര ഉത്തമമല്ല. അതുകൊണ്ട് ഈ ഒരു വർഷക്കാലം കന്നിരാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും അവരവരുടെ ജനന ജാതകമായിരിക്കും ബലമായിട്ട് നിൽക്കുക. അതുകൂടെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. എല്ലാ കാര്യത്തിലും വളരെ ശ്രദ്ധിച്ച് കരുതലോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ്. പണമിടപാടുകളിലൊക്കെ കന്നിരാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കണം, പണം വാങ്ങുന്നതിലും കൊടുക്കുന്നതിലും. ഈ ഒരു കാലഘട്ടം നിങ്ങളുടെ ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകൂ, ഉത്തമമായിരിക്കും. ആദിപരാശക്തിയായ ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹത്താൽ കന്നിരാശിക്കാരെ സംബന്ധിച്ച് ദോഷഫലങ്ങളൊക്കെ കുറഞ്ഞ് ഈ ഒരു കാലഘട്ടം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി തുലാം രാശിക്കാരായ ചിത്തിര, ചോതി, വിശാഖം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് അഷ്ടമ വ്യാഴത്തിൽ നിന്ന് മോചനം ലഭിക്കുന്ന ഒരു വർഷം. വ്യാഴം ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയം. ഇതിന് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളെ സംബന്ധിച്ച് തുലാം രാശിക്കാർക്ക് ബുധനാണ് ഭാഗ്യാധിപതിയായ ഗ്രഹം, 9ാം ഭാവമായ ഭാഗ്യസ്ഥാനത്തിൻ്റെ അധിപതി. ആ ബുധൻ്റെ രാശിയായ മിഥുനത്തിലേക്ക്, ഭാഗ്യാധിപതിയുടെ രാശിയിലേക്ക് വ്യാഴം രാശി മാറി വരുന്നതും നിങ്ങൾക്കത് ഭാഗ്യസ്ഥാനമായിട്ട് കൂടി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഉത്തമം. ഈ ഒരു വർഷക്കാലം തുലാം രാശിക്കാരുടെ ജീവിതത്തിൽ സർവൈശ്വര്യങ്ങളും നേട്ടങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും എല്ലാം ലഭിക്കുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള കാലഘട്ടമാണ്. പൊതുവേ നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന, അല്ലെങ്കിൽ മനസ്സിനെ ആശയക്കുഴപ്പത്തിലാക്കിയിരുന്ന, മനസ്സിൻ്റെ സ്വസ്ഥത നശിപ്പിച്ചിരുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിട്ടുമാറി നിങ്ങളുടെ മനസ്സ് ഒന്ന് തെളിയുന്ന ഒരു വർഷക്കാലം. മനസ്സും ബുദ്ധിയും തെളിയും. മനസ്സിന് സന്തോഷം, സമാധാനം, ആത്മവിശ്വാസം, ശുഭാപ്തി വിശ്വാസം നൽകുന്ന തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ അടിത്തറ നൽകുന്ന തരത്തിലുള്ള നല്ല നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കും. അതുമൂലം മാനസികമായ ഒരു സന്തോഷം, ആത്മവിശ്വാസം ധാരാളം അനുഭവത്തിൽ വരുന്ന കാലഘട്ടം. ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് മാനസികമായിട്ടുള്ള ആഗ്രഹങ്ങൾ പലതായിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു വർഷക്കാലമാണ്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കടബാധ്യതകൾ, രോഗദുരിതങ്ങൾ, ശത്രുതകൾ, എതിർപ്പുകൾ, കേസ് വഴക്കുകൾ എന്നിങ്ങനെയുള്ള എല്ലാവിധത്തിലുള്ള നെഗറ്റീവ് എനർജിയും പൂർണ്ണമായി വിട്ടുമാറുന്ന ഒരു വർഷക്കാലവുമാണ്. എത്ര വലിയ കടബാധ്യതകൾ ഉള്ളവരാണെങ്കിൽ പോലും ആ സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് കരകയറുന്ന ഒരു വർഷക്കാലമാണ് 2025 വ്യാഴമാറ്റം നൽകുന്നത്. ആ സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കുവാനുള്ളൊരു ധനം, ഒരു പണം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന ഒരു സമയം. ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ ആശുപത്രിവാസങ്ങളൊക്കെ ആയിട്ട് പണം ചിലവഴിക്കേണ്ട അവസ്ഥ, ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്നൊക്കെ പൂർണ്ണ മോചനം ലഭിച്ച് ശരീരത്തിനൊരു പുത്തൻ ഉണർവും ഉന്മേഷവും ലഭിക്കുന്ന സമയം. ആരോഗ്യപരമായി മുന്നേറ്റം ലഭിക്കുന്ന കാലം. നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലോ, നിങ്ങളുടെ ബിസിനസ് കാര്യങ്ങളിലോ, നിങ്ങളുടെ സ്വന്തം ബന്ധങ്ങളുടെ കുടുംബത്തിലൊക്കെ നിങ്ങൾ നേരിട്ടിരുന്ന അനാവശ്യമായുള്ള എതിർപ്പുകൾ, ശത്രുതകളൊക്കെ പൂർണ്ണമായി വിട്ടുമാറി നിങ്ങളുടെ കർമ്മ മേഖലയും കുടുംബജീവിതവും ദാമ്പത്യ ജീവിതവും സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലുമൊക്കെ എല്ലാം വളരെ സുഗമമായി മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടം. ഏതെങ്കിലും തരത്തിലുള്ള കേസ് വഴക്കുകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നവർ, കോടതി വ്യവഹാരങ്ങളുമായി മുന്നോട്ട് പോകുന്നവരുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറുന്ന ഏറ്റവും നല്ല സമയം. ഭൂമി സംബന്ധമായിട്ടുള്ള, സ്വത്ത് സംബന്ധമായിട്ടുള്ള തർക്കങ്ങളൊക്കെ പരിഹരിക്കുന്ന ഒരു കാലഘട്ടം. അതുപോലെ ഭാഗ്യാനുഭവം, ഈശ്വരാനുഗ്രഹം ധാരാളമായിട്ട് വന്നു ചേരും. തുലാം രാശിയിൽപ്പെട്ട പലർക്കും ഈ ഒരു സമയം സ്വന്തം പിതാവിൽ നിന്ന് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ, നന്മകൾ ഒക്കെ വന്നു ചേരുന്ന ഒരു സമയം. അതുപോലെ പിതാവിന് ആരോഗ്യപരമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ ഒരു വർഷക്കാലം ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ പിതാവിനെ സംബന്ധിച്ചും വിട്ടുമാറുന്ന ഒരു കാലഘട്ടം. ഏറ്റവും അത്യുത്തമമായ സമയമാണ് തുലാം രാശിയിൽപ്പെട്ട ചിത്തിര, ചോതി, വിശാഖ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച്. ഈ ഒരു വർഷക്കാലം നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഈശ്വരാനുഗ്രഹം, ഭാഗ്യമെന്ന് പറയുന്ന പലർക്കും പലതരത്തിലായിരിക്കും അനുഭവത്തിൽ വരിക. ചിലരെ സംബന്ധിച്ച് ആഗ്രഹിച്ച ഒരു ജോലിയിൽ പ്രവേശിക്കാനുള്ള ഭാഗ്യം, ചിലർക്ക് ഉയർ വിദ്യാഭ്യാസം, വിദേശ ജോലി, വിദേശ പഠനം, ഇതൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ അനുഭവത്തിൽ വരും.
വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചും ആ കർമ്മ മേഖലയിൽ ആഗ്രഹിച്ച ഉയർച്ച, മാറ്റം ഒക്കെ വന്നു ചേരുന്ന സമയം. അതുപോലെ മറ്റു പലർക്കും ഈ ഒരു കാലഘട്ടം അപ്രതീക്ഷിതമായി പദവി ഉയർച്ച, പദവി മാറ്റം ഇതൊക്കെ ലഭിക്കും. സ്വന്തമായി ഭൂമി, ഗൃഹം, വണ്ടി, വാഹന യോഗങ്ങളും തുലാം രാശിക്കാരെ സംബന്ധിച്ച് ഈ വർഷം ഈശ്വരാനുഗ്രഹം ഭാഗ്യം കൊണ്ട് അനുഭവത്തിൽ വരും. ഭാഗ്യവും ഈശ്വരാനുഗ്രഹവും ഇത് രണ്ടും ഒന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കുക. ഓരോ മനുഷ്യൻ്റെയും ആഗ്രഹങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കും. നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് 100% പൂർണ്ണ വിജയം ലഭിക്കുന്ന കാലഘട്ടമാണ്. വ്യാഴം ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയം, അതും ഭാഗ്യാധിപതിയുടെ രാശിയായ ബുധൻ്റെ രാശിയായ മിഥുനത്തിൽ സഞ്ചരിക്കുമ്പോൾ ജീവിതത്തിൽ അപ്രതീക്ഷിത ഉയർച്ചകൾ, നന്മകൾ, നേട്ടങ്ങൾ ഒക്കെ വന്നു ചേരും. കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ നല്ല ഐക്യം, സന്തോഷം, സമാധാനം ലഭിക്കും. അനുയോജ്യമായ മംഗളകരമായ വിവാഹം ലഭിക്കും. പുനർവിവാഹത്തിന് സാധ്യതയുള്ള സമയം. അങ്ങനെ എല്ലാം കൊണ്ടും ഉത്തമമാണ് തുലാം രാശിക്കാർക്ക്. ഈ ഒരു സമയം തുലാം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും നിങ്ങളുടെ ജനന ജാതകപ്രകാരം നടക്കുന്ന ദശാകാലങ്ങൾ ആ ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോയാൽ വളരെ വളരെ ഉത്തമമായിരിക്കും. ആദി പരാശക്തിയായ ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹത്താൽ തുലാം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വർഷക്കാലം അത്യുത്തമമായ യോഗഫലങ്ങൾ ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി വൃശ്ചികം രാശിക്കാരായ വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ വ്യാഴമാറ്റം അത്ര നല്ല ഗുണാനുഭവങ്ങളല്ല നൽകുന്നത്. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് പൂർണ്ണ ശുഭനായിട്ടുള്ള വ്യാഴം നിങ്ങൾക്ക് 8ാം ഭാവമായ അഷ്ടമത്തിൽ മറയുന്ന സമയമാണ്. അഷ്ടമത്തിലേക്ക് വരുന്നു. അഷ്ടമ വ്യാഴത്തിൻ്റെ കാലഘട്ടം അത്ര നല്ല സമയമല്ല നിങ്ങളെ സംബന്ധിച്ച്. പൊതുവെ ഈ ഒരു വർഷക്കാലം വളരെ ശ്രദ്ധയോടും കരുതലോടും കൂടി മുന്നോട്ട് പോവുക. പണം വാങ്ങുന്നതിലും കൊടുക്കുന്നതിലും അതീവ ശ്രദ്ധയുണ്ടാകണം. ഈ ഒരു വർഷക്കാലം സ്വന്തം കയ്യിൽ നിന്ന് ആർക്കെങ്കിലും പണം കടം കൊടുത്താൽ നിങ്ങൾക്കത് തിരിച്ച് ലഭിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകില്ല. സാമ്പത്തികപരമായിട്ടുള്ള പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ നൽകുന്ന ഒരു വർഷക്കാലമാണ് ഈ ഒരു വർഷക്കാലം. അതുപോലെ തന്നെ വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും ഒരല്പം ശ്രദ്ധയും കരുതലും ഉണ്ടാകണം. പലരെയും സംബന്ധിച്ച് ആശുപത്രി വാസങ്ങൾ അല്ലെങ്കിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കേണ്ട അല്ലെങ്കിൽ സമയം ചിലവഴിക്കേണ്ട അവസ്ഥയൊക്കെ ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഇവിടെ ഇത് പറയുന്നത് രാശിയുടെ ഫലമാണ്. വൃശ്ചികം രാശിക്ക് വ്യാഴം അഷ്ടമത്തിൽ മറയുമ്പോൾ ലഭിക്കുന്ന ഫലങ്ങൾ. നിങ്ങളുടെ സ്വന്തം ജനന ജാതകപ്രകാരം ഒരു ശുഭഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നവരാണെങ്കിൽ ഈ വ്യാഴമാറ്റത്തെ ഭയപ്പെടേണ്ടതില്ല. നിങ്ങൾക്ക് പേരിന് മാത്രം എന്തെങ്കിലും ചെറിയ തടസ്സങ്ങൾ ലഭിക്കും എന്നുള്ളതല്ലാതെ വേറെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. അതിനെയും നിഷ്പ്രയാസം തരണം ചെയ്ത് പോകുവാനും സാധിക്കും. എന്നാൽ ജാതകപ്രകാരം പാപഗ്രഹത്തിന് ദശ നടക്കുന്നവർക്ക് ഈ ഒരു വർഷക്കാലം അഷ്ടമ വ്യാഴവും കൂടെ വന്നു ചേരുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അത് സ്വന്തം ജനന ജാതകം പരിശോധിച്ച് മനസ്സിലാക്കുക. ഈ ഒരു വർഷക്കാലം നിങ്ങളൊരു ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും ഒക്കെ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ അനുഭവത്തിൽ വരുന്ന സമയമാണ്. പ്രത്യേകിച്ച് സാമ്പത്തികപരമായിട്ടുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ ധാരാളമായിട്ട് വന്നു ചേരുന്ന ഒരു സമയം. കൈകളിലേക്ക് വരുന്ന പണം നിങ്ങളെ സംബന്ധിച്ചൊരു സമ്പാദ്യമാക്കി മാറ്റാൻ, അതൊരു ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും അത് ഒരു സമ്പാദ്യമാക്കി മാറ്റാൻ കഴിയാതെ 10 രൂപ കയ്യിൽ വന്നാൽ 20 രൂപയുടെ ചിലവ് അനുഭവത്തിൽ വരുന്ന അവസ്ഥയുണ്ടാകാം. അതുകൊണ്ട് പണം കൈകളിലേക്ക് വരുമ്പോൾ വളരെ ശ്രദ്ധയോടും കരുതലോടും കൂടി അതിനെ വിനിയോഗിക്കുക. ഈ ഒരു വർഷക്കാലം നിങ്ങളെ സംബന്ധിച്ച് വണ്ടിവാഹന യാത്രകൾ, പ്രത്യേകിച്ച് ഇരുചക്ര വാഹനങ്ങളിലൊക്കെ സഞ്ചരിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വർഷക്കാലം കൂടിയാണ്. ഈ ഒരു വർഷക്കാലം അഷ്ടമ വ്യാഴത്തിൻ്റെ സമയം വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് അത്ര നല്ല ഒരു സമയമല്ല. അതുപോലെ കുടുംബത്തിലാണെങ്കിലും കുടുംബ ദാമ്പത്യ ജീവിതത്തിലാണെങ്കിലും ഒക്കെ ഒരു നല്ല കരുതലും ശ്രദ്ധയും ഈ ഒരു കാലഘട്ടങ്ങളിൽ ഉണ്ടാകണം. അനാവശ്യമായ വാക്കുതർക്കങ്ങളോ സംസാരങ്ങളോ ഉണ്ടാകുവാനും ദാമ്പത്യ കുടുംബജീവിതത്തിൽ എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ നൽകുന്ന ഒരു കാലഘട്ടവുമാണ് ഈ വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് അഷ്ടമ വ്യാഴത്തിൻ്റെ കാലഘട്ടം. നിങ്ങൾ ആരോടെങ്കിലും ഒരു വാക്ക് പറയുന്നതിന് മുൻപ് 1-4 വട്ടം ആലോചിച്ച ശേഷം വാക്ക് പറയുക അല്ലെങ്കിൽ വാക്ക് കൊടുക്കുക. കാരണം ഈ ഒരു കാലഘട്ടം നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങൾക്ക് കൊടുക്കുന്ന വാക്ക് ആ സമയത്ത് പാലിക്കാൻ കഴിയാത്ത തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും ഉണ്ടാവുക. കുടുംബ ബന്ധങ്ങൾ, സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലൊക്കെ ആണെങ്കിലും എല്ലാ കാര്യങ്ങളിലും ഒരു മിതത്വം പുലർത്തി പല കാര്യങ്ങളിലും ക്ഷമയോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ്. നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് നന്മകൾ, നേട്ടങ്ങൾ ഈ ഒരു വർഷക്കാലം വ്യാഴം നൽകില്ല. കാരണം വ്യാഴം അഷ്ടമത്തിൽ മറയുന്നത് തന്നെ, അഷ്ടമത്തിലേക്ക് വ്യാഴം വരുമ്പോൾ അത് അഷ്ടമാധിപതിയുടെ രാശി കൂടിയായിട്ട് വരുന്നു എന്നുള്ളതാണ് ദോഷത്തിൻ്റെ കാഠിന്യം കൂട്ടുന്നത്. കാരണം വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് ബുധൻ അഷ്ടമാധിപതിയാണ്. പാപനായ ഗ്രഹമാണ് ബുധൻ. ആ ബുധൻ്റെ രാശിയാണ് മിഥുനം. അതിലേക്ക് ശുഭനായ വൃശ്ചികം രാശിക്കാർക്ക് ശുഭനായ വ്യാഴം അഷ്ടമത്തിലേക്ക് വന്ന് മറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വ്യാഴത്തിൻ്റെ ശുഭത്വം അവിടെ നഷ്ടപ്പെട്ടു പോവുകയും
അതുപോലെ ആ ഒരു വർഷക്കാലം മറഞ്ഞിരിക്കുന്ന പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വരുന്ന കാലവുമാണ്. എങ്ങനെ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഈ ഒരു വർഷക്കാലം ബുദ്ധിമുട്ട് അനുഭവത്തിൽ വരുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം അൺപ്രഡിക്റ്റബിളായിട്ടുള്ള നെഗറ്റീവ് ചേഞ്ചസ് വന്നു ചേരാൻ സാധ്യതയുള്ള സമയം. അത് ചെയ്യുന്ന ജോലിയിലാകാം, ദാമ്പത്യ കുടുംബജീവിതത്തിലാകാം, ആരോഗ്യപരമായിട്ടാകാം, സാമ്പത്തികപരമായിട്ടാകാം. അപ്പോൾ എല്ലാ കാര്യത്തിലും ഈ ഒരു വർഷക്കാലം വൃശ്ചികം രാശിയിൽപ്പെട്ട വ്യക്തികൾ വളരെ ശ്രദ്ധയോടും കരുതലോടും കൂടി മുന്നോട്ട് പോകണം. നിങ്ങളുടെ സ്വന്തം ജനന ജാതകപ്രകാരം ഒരു ശുഭഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നവർ, അത് ഞാൻ വീണ്ടും പറയുകയാണ്, അവരെ സംബന്ധിച്ച് ഭയപ്പെടേണ്ട കാര്യമില്ല, ധൈര്യമായി മുന്നോട്ട് പോകാം. എന്നാൽ എല്ലാവർക്കും ശുഭഗ്രഹത്തിൻ്റെ ദശ നടക്കണമെന്നില്ല. ഒരു ദോഷമുള്ള ഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നവർക്ക് ഈ ഒരു വർഷക്കാലം വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി ജാതകമൊക്കെ നോക്കി അതിനുവേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് ഉത്തമം. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ വൃശ്ചികം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വർഷക്കാലം ദോഷഫലങ്ങൾ കുറഞ്ഞ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ധനുരാശിക്കാരായ മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് വ്യാഴമാറ്റം ഉത്തമമാണ്. വ്യാഴം 7ാം ഭാവമായ കേന്ദ്രഭാവത്തിൽ സഞ്ചരിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു വ്യാഴമാറ്റം ധനുരാശിക്കാർക്ക് ഒരു ആശ്വാസം തന്നെയാണ്. ഈ ഒരു വർഷക്കാലം അപ്രതീക്ഷിതമായിട്ടുള്ള ചില നന്മകൾ, നേട്ടങ്ങൾ, ഭാഗ്യാനുഭവങ്ങളൊക്കെ ധനുരാശിക്കാരെ സംബന്ധിച്ച് വന്നു ചേരും. പ്രത്യേകിച്ചും വ്യാഴം നിങ്ങളെ സംബന്ധിച്ച് അവനവനെ തന്നെ കുറിക്കുന്ന ആ ഒരു ആധിപത്യം വഹിക്കുന്ന ഗ്രഹവും സുഖസ്ഥാനത്തിൻ്റെ അധിപതിയുമായ ഗ്രഹമാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു വർഷക്കാലം നിങ്ങൾക്ക് മനസ്സിനും ശരീരത്തിനും ഒരു സുഖം, സമാധാനം, സന്തോഷം, തൃപ്തി ലഭിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളാകും ലഭിക്കുക. ധനുരാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് പൂർണ്ണ ശുഭനായ വ്യാഴം 7ാം ഭാവമായ കേന്ദ്രഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം അപ്രതീക്ഷിതമായ നന്മകൾ, നേട്ടങ്ങൾ വന്നു ചേരും. നിങ്ങളെ സംബന്ധിച്ച് മനസ്സിനും ശരീരത്തിനും സമാധാനം, സുഖം, സന്തോഷം ലഭിക്കും. ഒരു മനുഷ്യനെ സംബന്ധിച്ച് സുഖമെന്ന് പറയുന്നത് മാനസികമായും ശാരീരികമായും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, കഷ്ടതകൾ വിട്ടുമാറുമ്പോൾ മനസ്സിന് തന്നെ ഒരു സമാധാനം ലഭിക്കും. അതുപോലെ തന്നെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും, ഒരു നല്ല ജോലി, സാമ്പത്തികപരമായിട്ടുള്ള സ്ഥിതി മെച്ചപ്പെടുക, ആരോഗ്യം നല്ല രീതിയിൽ ഉണ്ടാവുക, കുടുംബ ദാമ്പത്യ ജീവിതം, വിവാഹം കഴിഞ്ഞ വ്യക്തിയാണെങ്കിൽ കുടുംബ ദാമ്പത്യ ജീവിതം ഭദ്രമായി മുന്നോട്ട് പോവുക, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അനുയോജ്യമായിട്ട് വരുമ്പോൾ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഒരു സമാധാനവും സുഖവും സന്തോഷവും തൃപ്തിയും ഒക്കെ വന്നു ചേരും. അങ്ങനെയുള്ളൊരു കാലഘട്ടമാണ് നിങ്ങൾ ധനുരാശിയിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക്. 7ാം ഭാവം എന്ന് പറയുന്ന കളത്രഭാവം, കളത്രസ്ഥാനവും കേന്ദ്രസ്ഥാനവുമായിട്ട് വരുന്നു. ഈ ഒരു ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ദാമ്പത്യപരമായിട്ട് ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറും. ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ രണ്ടുപേരും വീട്ടിലൊക്കെ കഴിയുന്നവരാണ്, അല്ലെങ്കിൽ വേർപിരിവിൻ്റെ വക്കിൽ വരെ എത്തി നിൽക്കുന്നവരാണെങ്കിൽ അവരെ സംബന്ധിച്ച് ഈ ഒരു വർഷക്കാലം നിങ്ങളുടെ ആ പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിച്ച് രമ്യതയിൽ പോകുവാനുള്ള അവസരങ്ങൾ, ഭാഗ്യങ്ങൾ വന്നു ചേരുകയും ആ ദാമ്പത്യ കുടുംബജീവിതം ഒരു വേർപിരിവിൻ്റെ വക്കിൽ നിന്ന് പോലും നല്ല രീതിയിൽ ഒത്തൊരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ വിവാഹ കാര്യങ്ങളിലുണ്ടായിരുന്ന തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറും. നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ അനുയോജ്യമായിട്ടുള്ള മംഗല്യഭാഗ്യം ധനുരാശിക്കാർക്ക് ലഭിക്കുന്ന സമയമാണ്. മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ച പലർക്കും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഒരു വിവാഹത്തിനൊക്കെ ഇറങ്ങിത്തിരിച്ച് ഒരുപാട് പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അനുഭവത്തിൽ വന്നവരാണ്. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു വർഷക്കാലം നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ അനുയോജ്യമായ മംഗല്യഭാഗ്യം വന്നു ചേരുന്ന സമയം. അതുപോലൊരു പുനർവിവാഹത്തിന് കാത്തിരിക്കുന്ന ധനുരാശിക്കാരെ സംബന്ധിച്ചും ഈ ഒരു വർഷക്കാലം നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ മനസ്സിന് അനുയോജ്യനായ ആ ഒരു ജീവിത പങ്കാളിയെ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ്. പുനർവിവാഹത്തിനും ഉത്തമമായ കാലഘട്ടം, സമയം. ഈ ഒരു വർഷക്കാലം ധനുരാശിക്കാരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ നന്മകൾ, സുഖാനുഭവങ്ങൾ ഒക്കെ വന്നു ചേരുന്ന സമയം. നിങ്ങൾ ആഗ്രഹിച്ചിറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ നേടിയെടുക്കണമെന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് പ്രവർത്തിച്ചു പോകുന്ന എല്ലാ കാര്യങ്ങൾക്കും പൂർണ്ണ വിജയമുണ്ടാകും, ഈശ്വരാനുഗ്രഹം ഉണ്ടാകും. എല്ലാ കാര്യത്തിലും ഒരു നന്മ, നേട്ടം വന്നു ചേരുന്ന സമയമാണ്. ധനുരാശിക്കാർക്ക് ഈ ഒരു വ്യാഴമാറ്റം ജീവിതത്തിൽ ഒരുപാട് നന്മകൾ, നേട്ടങ്ങൾ, മനസ്സമാധാനം, സുഖം, അതാണ്. മനസ്സമാധാനം ഉണ്ടെങ്കിൽ തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. ആ മനസ്സിനും ശരീരത്തിനും ഒക്കെ അതിൻ്റേതായിട്ടുള്ള നന്മകൾ, നേട്ടങ്ങൾ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇതെന്ന് മനസ്സിലാക്കുക. ഈ ഒരു വർഷക്കാലം നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ജനനജാതക പ്രകാരം ധനുരാശിക്കാരായ നിങ്ങൾക്കാർക്കെങ്കിലും
വ്യാഴ ദശ നടക്കുന്നവരുണ്ടോ എന്നൊക്കെ നോക്കി വ്യാഴത്തിൻ്റെ സ്ഥിതിയും ഭാവവും ഇപ്പോൾ നടക്കുന്ന ദശാകാലങ്ങളൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ഉത്തമമാണ്. ഒരുപാട് നന്മകൾ നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ്. ഈ ഒരു സമയത്തെ പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ ധനരാശിയിൽപ്പെടുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ നന്മകളും ഈ വ്യാഴമാറ്റം നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മകരം രാശിക്കാരായ ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് വ്യാഴം നിങ്ങൾക്ക് 6-ാം ഭാവത്തിലേക്ക് വരുന്ന സമയമാണ്. അപ്പോൾ പൊതുവെ പലരും പറഞ്ഞു കേൾക്കുന്ന ഒന്നാണ് വ്യാഴം 6-ൽ വരുന്നത് അത്ര നല്ലതല്ല, ഒരുപാട് ദോഷഫലങ്ങൾ നൽകും എന്നൊക്കെ. വ്യാഴമെന്ന് പറഞ്ഞ ഗ്രഹം തന്നെ മകരം രാശിക്കാരായ നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ പാപനായിട്ടുള്ളൊരു ഗ്രഹമാണ്. ആ ഗ്രഹം 6-ാം ഭാവത്തിൽ വരുമ്പോൾ അത് 6-ാം ഭാവത്തിൽ മറയുകയാണ്. 3, 6, 11 ഉപജയസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. ഈ ഉപജയസ്ഥാനങ്ങളിൽ ആ രാശിക്ക് പാപനായിട്ടുള്ളൊരു ഗ്രഹം സഞ്ചരിക്കുന്ന കാലഘട്ടം ആ ഗ്രഹം അവിടെ മറയ്ക്കപ്പെടുകയും ആ ഗ്രഹത്തിൻ്റെ പാപത്വം നഷ്ടപ്പെടുകയും ആ ഗ്രഹം എന്ത് പാപഫലങ്ങളാണോ നൽകേണ്ടത് അതിന് നേർ വിപരീത ഫലം, ഓപ്പോസിറ്റ് ഫലം നൽകുമെന്നുള്ളതുമാണ് ശാസ്ത്രം. അപ്പോൾ മകരരാശിക്കാരായ നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പാപനായിട്ടുള്ള വ്യാഴം 6-ാം ഭാവത്തിൽ മറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വർഷക്കാലം വ്യാഴത്തിൽ നിന്ന് വ്യാഴം നൽകേണ്ട ദോഷഫലങ്ങൾക്ക് നേർ വിപരീതമായി ഗുണഫലങ്ങൾ ലഭിക്കുന്ന കാലഘട്ടം. ഈ 6-ാം ഭാവത്തിലേക്ക് വ്യാഴം മറയുമ്പോൾ അത് നിങ്ങൾക്ക് മിഥുനം രാശിയായിട്ടാണ് വരുന്നത്. മിഥുനം രാശിയുടെ അധിപൻ ബുധൻ, മകരരാശിക്കാരായ നിങ്ങൾക്കും ബുധൻ ഭാഗ്യാധിപതിയും 6-ാം ഭാവത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹവുമാണ്. അപ്പോൾ 6-ാം ഭാവത്തിൻ്റെ അധിപതിയുടെ രാശിയിലേക്ക് വ്യാഴം മറയുമ്പോൾ അതും 6-ാം ഭാവമായി വരുന്നത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ സർവ്വശ്രേഷ്ഠമായ കാലഘട്ടമാണ് ഇത് എന്ന് ഒറ്റ വാക്കിൽ പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ വിധത്തിലുള്ള ദോഷങ്ങളും വിട്ടുമാറുന്ന ഒരു കാലഘട്ടമാണ്. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ്, അല്ലെങ്കിൽ രോഗദുരിതങ്ങൾ, ആശുപത്രി ഇങ്ങനെയുള്ള രീതികളിൽ മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ ഇതിൽ നിന്നൊക്കെ പൂർണ്ണ മോചനമാണ് ഈ ഒരു വർഷക്കാലം ലഭിക്കുക. ആരോഗ്യപരമായി ഏറ്റവും അധികം മുന്നേറ്റമുള്ള കാലഘട്ടം, രോഗദുരിതങ്ങളിൽ നിന്ന് മുക്തി നേടുന്ന കാലഘട്ടം. സാമ്പത്തികപരമായ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, കടബാധ്യതകൾ കൂടെ മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ ഈ ഒരു വർഷക്കാലം കൊണ്ട് നിങ്ങളുടെ കടബാധ്യത എത്ര വലിയ കടബാധ്യതകളാണെങ്കിലും ഒരു 80-90% ആ കടബാധ്യതകൾ വീട്ടാൻ തക്ക തരത്തിലുള്ള, ആ കടബാധ്യതയിൽ നിന്ന് മോചനം നൽകുന്ന തരത്തിലുള്ള അനുഭവം നിങ്ങൾക്കുണ്ടാകും. അതിനുള്ള പണം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന അനുഭവവും ഉണ്ടാകും. അതുപോലെ നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ, നിങ്ങളുടെ ബിസിനസ് മേഖലയിൽ, കുടുംബത്തിൽ, സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ നിലനിന്നിരുന്ന അനാവശ്യമായിട്ടുള്ളൊരു ശത്രുതാ മനോഭാവം, നിങ്ങളെ ഒരു ശത്രുവായി കാണുന്ന രീതി, അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ എതിർപ്പ് പറയുന്ന രീതി, ഇതൊക്കെ നിങ്ങളെ വിട്ടുമാറും. നിങ്ങളുടെ കർമ്മമേഖല വളരെ സുഗമമായി മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടം. കേസ്, കോടതി ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അലച്ചിലുകൾ അനുഭവത്തിൽ വരുന്നവരാണെങ്കിൽ അതൊക്കെ ഈ വർഷക്കാലം വിട്ടുമാറും. പലതും നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നു ചേരുകയും ചെയ്യും. നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ നേട്ടങ്ങൾ ലഭിക്കുന്ന ഒരു വർഷക്കാലമാണ് ഈ വ്യാഴമാറ്റം നിങ്ങൾക്ക് നൽകുന്നത്. എല്ലാ വിധത്തിലുള്ള മോശപ്പെട്ട ദുരനുഭവങ്ങളും വിട്ടുമാറി ജീവിതത്തിൽ സർവ്വശ്രേഷ്ഠത വരുന്ന കാലഘട്ടം. ഭാഗ്യം, ഈശ്വരാനുഗ്രഹം ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ഭാഗ്യം വന്നു ചേരും. ഭാഗ്യം പലതരത്തിലായിരിക്കും നിങ്ങൾക്ക് വന്നു ചേരുന്നത്. ചിലരെ സംബന്ധിച്ച് ആഗ്രഹിച്ച ഒരു ജോലിയിൽ പ്രവേശിക്കുന്നതാകാം, അത് നമ്മുടെ നാട്ടിൽ ജോലി ലഭിക്കുന്നത്, അല്ലെങ്കിൽ വിദേശ ജോലി ഒക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടം. അതുപോലെ വിദേശ പഠനം, വിദേശവാസം ഒക്കെ അനുഭവത്തിൽ വരുന്ന കാലഘട്ടം. സ്വന്തമായിട്ടൊരു ഭൂമി, ഗൃഹത്തിനുള്ള ഭാഗ്യം, ഈശ്വരാനുഗ്രഹം ലഭിക്കുന്ന ഒരു കാലഘട്ടം. വണ്ടി വാഹന യോഗങ്ങൾ, ഇങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ വർഷം അനുഭവത്തിൽ വരുന്നത്. പ്രത്യേകിച്ചും ഈ ഒരു വർഷക്കാലം മകരം രാശിക്കാർക്ക് ശുഭച്ചിലവുകൾ ധാരാളമായി വന്നു ചേരുന്ന കാലഘട്ടം. സ്വന്തമായി ഭൂമി വാങ്ങുന്നത് ശുഭച്ചിലവാണ്. വണ്ടി വാഹനങ്ങൾ വാങ്ങുന്നത്, ഗൃഹം നിർമ്മിക്കുന്നത്, മംഗളകരമായിട്ടുള്ള വിവാഹം നടക്കുന്നത്, വിദേശ ജോലിക്ക് പോകുന്നത്, ഇതൊക്കെ ശുഭമായിട്ടുള്ള ചിലവുകളിൽ വരുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരും. അതുപോലെ ഒരുപാട് വർഷക്കാലമായി ആഗ്രഹിച്ചിരുന്ന പുണ്യക്ഷേത്രങ്ങൾ, പുണ്യസ്ഥലങ്ങൾ, തീർത്ഥാടന സ്ഥലത്തൊക്കെ പോകുവാനായിട്ട് ഈ ഒരു വർഷം നിങ്ങളിൽ പലർക്കും യോഗമുണ്ടാകും എന്നുള്ളതാണ് സത്യം. യാത്രകളിൽ കൂടെ നേട്ടം, അനുഗ്രഹം ഒക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ്. മകരം രാശിക്കാരെ സംബന്ധിച്ച് വ്യാഴമാറ്റം നിങ്ങൾക്ക് അത്രമേൽ ഉത്തമമാണെന്ന് ആദ്യമേ മനസ്സിലാക്കുക. യാതൊരുവിധ ദോഷവും വ്യാഴമാറ്റം നൽകുന്നില്ല, മറിച്ച് ഒരുപാട് നേട്ടങ്ങൾ, നന്മകൾ, ഗുണഫലങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഈ ഒരു വർഷക്കാലം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സ്വന്തം ജനന ജാതകം കൂടെ നോക്കി, ജാതകവശാൽ ഇപ്പോൾ നടക്കുന്ന ദശാകാലങ്ങളും കൂടെ പരിഗണിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു വർഷക്കാലം ജീവിതത്തിലെ ഏറ്റവും നല്ല സുവർണ്ണ കാലഘട്ടമായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല.
ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ മകരം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ വ്യാഴമാറ്റം സർവ്വൈശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കുംഭം രാശിക്കാരായ അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഈ വ്യാഴമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സർവശ്രേഷ്ഠമായിട്ടുള്ള ഈശ്വരാനുഗ്രഹം ലഭിക്കുന്ന തരത്തിൽ ഉള്ള ഒരു കാലഘട്ടമായിട്ട് മാറും. വ്യാഴം നിങ്ങൾക്ക് 5-ാം ഭാവമായ പൂർവ്വപുണ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയമാണ്. അതും പൂർവ്വപുണ്യസ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ബുധൻ്റെ രാശിയായ മിഥുനത്തിൽ. ബുധനാണ് കുംഭം രാശിക്കാരായ നിങ്ങൾക്ക് പൂർവ്വപുണ്യസ്ഥാനത്തിൻ്റെ അധിപതി. ഈ ഒരു വർഷക്കാലം പൂർവ്വപുണ്യസ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ ചെയ്ത എല്ലാ നന്മകൾക്കും, കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ നിങ്ങൾ ചെയ്ത പ്രവൃത്തികളുടെ ആ ഗുണഫലം, നന്മ, ഈശ്വരാനുഗ്രഹമാണ് ഈ ഒരു സമയത്ത് വന്നു ചേരുക. കുംഭം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും മംഗളകരമായിട്ട് നടക്കുന്ന ഒരു വർഷക്കാലമാണിത്. ഒരു ജോലി ചെയ്യുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന പണം എങ്ങനെ ചിലവായി പോകുന്നു എന്ന് അറിയാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു പലർക്കും. 10 രൂപ വന്നാൽ 20 രൂപയുടെ ചിലവ്, കടം വാങ്ങി കൂടെ ചിലവഴിക്കേണ്ട അവസ്ഥകളൊക്കെ പലർക്കും അനുഭവത്തിൽ വന്നിട്ടുണ്ട്. അതൊക്കെ നിങ്ങളെ സംബന്ധിച്ച് വിട്ടുമാറും. നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന പണം ആ പാഴ്ചിലവുകളൊക്കെ വിട്ടുമാറി ശുഭച്ചിലവുകളായി മാറുക. ചെറുതാണെങ്കിലും ഒരു സമ്പാദ്യമൊക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടം. നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന പല കാര്യങ്ങളും ഈശ്വരാനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു വർഷക്കാലമാണ് ഇത്. പരിശ്രമങ്ങൾക്കൊക്കെ പൂർണ്ണ ഫലപ്രാപ്തി ലഭിക്കും. മനസ്സിലെ പല ആഗ്രഹങ്ങളും ഈ ഒരു വർഷക്കാലം, ഈ വ്യാഴമാറ്റത്തോടു കൂടി നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. നിങ്ങളുടെ കുടുംബത്തിൽ, അത് സ്വന്തം ബന്ധങ്ങളുടെ ഇടയിൽ ഒക്കെ ആണെങ്കിൽ നിലനിന്നിരുന്ന പല പ്രയാസങ്ങളും പ്രതിസന്ധികളും ഈ ഒരു കാലഘട്ടം വിട്ടുമാറും. സഹോദരങ്ങളുടെ ഇടയിൽ നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ, ഭിന്നതകളൊക്കെ വിട്ടുമാറുന്ന ഒരു നല്ല സമയമാണ്. നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഒരു സന്തോഷം, സമാധാനം, സുഖം നൽകുന്ന തരത്തിൽ അനുഭവങ്ങൾ വന്നു ചേരും. കുംഭം രാശിയിൽപ്പെട്ട പല വ്യക്തികൾക്കും ഈ ഒരു വർഷക്കാലം നിങ്ങളുടെ സാമ്പത്തികപരമായിട്ടുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറുന്ന ഒരു വർഷക്കാലമാണ്. നിങ്ങളുടെ കൈകളിലേക്ക് ധാരാളം പണം വരികയും നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള ഒരു സാമ്പത്തിക വരവ് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്ന ഒരു നല്ല കാലം, നല്ല സമയം തന്നെയാണ്. കുടുംബത്തിൽ വിവാഹം പോലെയുള്ള മംഗളകാര്യങ്ങൾ, അതുപോലെ സന്താന ഭാഗ്യം, ഇതൊക്കെ ഈ ഒരു വർഷക്കാലം നിങ്ങളിലേക്ക് വന്നു ചേരും. പൂർവികപരമായിട്ട് എന്തെങ്കിലും ഭൂമി, സ്വത്തൊക്കെ ലഭിക്കാനുള്ളവരാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം. ഈ ഒരു വർഷക്കാലം കുംഭം രാശിയിൽപ്പെട്ട പലരും സ്വന്തമായിട്ടൊരു ഗൃഹമൊക്കെ നിർമ്മിച്ച് ഗൃഹപ്രവേശം വരെ നടത്താൻ ഭാഗ്യമുള്ള ഒരു നല്ല സമയം, നല്ല കാലഘട്ടമാണ്. കുംഭം രാശിക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞ 5 വർഷം ഏഴരശനിയായിരുന്നു. ഇപ്പോൾ ഏഴരശനിയുടെ അവസാന കാലഘട്ടമായ പാദശനിയിലാണ് നിൽക്കുന്നത്. ശനിദോഷം ഒരു 75-80% വിട്ടുമാറിയിട്ടുണ്ട്. ഈ ഒരു സമയം വ്യാഴം പൂർവ്വപുണ്യസ്ഥാനത്ത് കൂടി സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് അടിത്തറ നൽകുന്ന തരത്തിൽ നല്ല നല്ല ഗുണാനുഭവങ്ങളാണ് ഈ ഒരു വർഷക്കാലം ലഭിക്കുക. ഇതിനെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. അതുപോലെ 5-ാം ഭാവമായ പൂർവ്വപുണ്യസ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കുമ്പോൾ വിവാഹം നടത്താനായിട്ടുണ്ടായിരുന്ന തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, കാലതാമസം വിട്ടുമാറും. നല്ല അനുയോജ്യമായിട്ടുള്ള വിവാഹം നടക്കും. അതുപോലെ നിങ്ങളുടെ കുട്ടികളെ സംബന്ധിച്ചും അവരുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ, നേട്ടങ്ങൾ, കുംഭം രാശിക്കാരായ മാതാപിതാക്കളെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങളുടെ കുട്ടികളുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ, അവർക്ക് ഒരു ഉന്നത വിജയം ലഭിക്കുക, അതുപോലെ തന്നെ ഉയർ വിദ്യാഭ്യാസം ലഭിക്കുക, വിദേശ പഠനത്തിന് പോകുവാൻ സാധിക്കുക, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നല്ലൊരു മംഗല്യ ഭാഗ്യം ലഭിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുംഭം രാശിക്കാർക്ക് അനുഭവത്തിൽ വരും. സന്താനങ്ങളെ കൊണ്ട് ഒരു സുഖം, മനസ്സമാധാനം ലഭിക്കുന്ന ഒരു വർഷക്കാലമാണ്. അതുപോലെ തന്നെ കുംഭം രാശിക്കാരുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള മംഗല്യ ഭാഗ്യം, വിവാഹം നടക്കുന്ന ഒരു നല്ല കാലഘട്ടം, ഒരു നല്ല സമയമാണ് ഇത്. ഈ ഒരു സമയം കുംഭം രാശിയിൽപ്പെട്ട പലർക്കും, ഒരു ദമ്പതിമാരെ സംബന്ധിച്ച് വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായി ഒരു സന്താന ഭാഗ്യമില്ല, ഒരുപാട് ചികിത്സകളൊക്കെ നടത്തി വരുന്നവരാണെങ്കിൽ ഈ ഒരു വർഷക്കാലം വ്യാഴം 5-ാം ഭാവമായ പൂർവ്വപുണ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയം നിങ്ങൾക്ക് സന്താന ഭാഗ്യം ഈശ്വരൻ നൽകുന്ന ഒരു കാലഘട്ടമാണ്. ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറും. അപ്രതീക്ഷിതമായി ചില നന്മകൾ, നേട്ടങ്ങൾ കുംഭം രാശിക്കാർക്ക് ഈ വർഷം വന്നു ചേരും. പരമാവധി ഇതിനെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഈ ഒരു വർഷക്കാലം കുംഭം രാശിക്കാർ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ജനന ജാതകപ്രകാരം കൂടി ഒരു ശുഭഗ്രഹത്തിൻ്റെ ദശ നടക്കുകയാണെങ്കിൽ ഈ ഒരു വർഷക്കാലം ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ, നന്മകൾ അനുഭവത്തിൽ വരുന്ന ഒരു വർഷക്കാലമായിട്ട് മാറും. അതുകൊണ്ട് സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോവുക. ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ ലഭിക്കുന്ന ഒരു വർഷക്കാലമാണ് ഈ വ്യാഴമാറ്റം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകുന്നത്. അതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ കുംഭം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും
ഈ വ്യാഴമാറ്റം എല്ലാവിധ ഐശ്വര്യങ്ങളും നന്മകളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മീനം രാശിക്കാരായ പൂരിരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഈ ഒരു വ്യാഴമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ, നന്മകൾ നൽകുന്ന തരത്തിലാണ് അനുഭവത്തിൽ വരുന്നത്. വ്യാഴം നിങ്ങൾക്ക് 4-ാം ഭാവമായ കേന്ദ്രസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയത്തിൻ്റെ ആരംഭമാണ്. അത്രമേൽ ജീവിതത്തിൽ നിങ്ങൾക്ക് സുഖാനുഭവങ്ങൾ, നന്മകൾ ലഭിക്കുന്ന തരത്തിലാണ് ഓരോ കാര്യങ്ങളും അനുഭവത്തിൽ വരുന്നത്. പ്രത്യേകിച്ച് വ്യാഴമെന്ന് പറയുന്നത് മീനം രാശിക്കാരെ സംബന്ധിച്ച് കർമ്മത്തിൻ്റെ, ജീവനസ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമാണ്. ഈ ഒരു വ്യാഴമാറ്റം മീനം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ കർമ്മ മേഖലയിൽ അത്യുത്തമമായിട്ടുള്ള മാറ്റങ്ങളാണ് നൽകുന്നത്. ഒരു ജോലി ഇല്ലാതിരിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും ഈ ഒരു വർഷക്കാലം മെയ് മാസം മുതൽ പരിശ്രമിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ യോഗ്യതയ്ക്കനുസരിച്ചിട്ടുള്ള ഒരു ഉദ്യോഗത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിലുള്ള തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറും. നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ അപ്രതീക്ഷിതമായിട്ടുള്ള പദവി ഉയർച്ച, അതുപോലെ ആഗ്രഹിച്ച സ്ഥലത്തേക്കുള്ള ഒരു ഇടം മാറ്റം, സ്ഥാനമാറ്റം ലഭിക്കുന്ന സമയം. പലർക്കും ഒരു വിദേശ ജോലി, വിദേശ വാസം, വിദേശ ഭാഗ്യമൊക്കെ അനുഭവത്തിൽ വരുന്ന ഒരു വർഷക്കാലമാണ്. ഇപ്പോൾ നിൽക്കുന്ന രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തേക്ക് ഒരു ജോലിക്ക് പരിശ്രമിക്കുന്നവരാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് മെയ് മാസത്തിന് ശേഷം അതൊക്കെ അനുഭവത്തിൽ വരും. നിങ്ങളിപ്പോൾ ചെയ്യുന്ന ജോലിയിൽ നിന്നും കുറച്ചുകൂടെ നല്ല ഒരു രീതിയിലുള്ള ജീവിത ശൈലിയിലേക്ക് നിങ്ങൾക്ക് മാറുവാൻ സാധിക്കും. ഒരു രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് കാലം വളരെ വളരെ അനുകൂലമാണ്. അതുപോലെ വിസ സംബന്ധമായിട്ടുള്ള മറ്റ് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അതൊക്കെ വിട്ടുമാറും. മീനം രാശിക്കാരെ സംബന്ധിച്ച് ഈ ഒരു വർഷക്കാലം കർമ്മസംബന്ധമായിട്ടുള്ള വളരെ വളരെ നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ വന്നു ചേരുന്ന സമയം. സ്വന്തമായൊരു തൊഴിൽ, ഒരു ബിസിനസ്സൊക്കെ നടത്തുന്ന മീനം രാശിക്കാരെ സംബന്ധിച്ച് ആ ബിസിനസ്സിൽ തൊഴിലുണ്ടായിരുന്ന തടസ്സങ്ങൾ, പ്രയാസങ്ങളൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറി നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ആ ബിസിനസ്സിലൊക്കെ നല്ല ഉയർച്ച, ധനവരവ്, നല്ലൊരു സമ്പാദ്യം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. മീനം രാശിക്കാരെ സംബന്ധിച്ച് ഈ വ്യാഴമാറ്റം എന്തുകൊണ്ടാണ് ഇത്രമേൽ ഫലം നൽകുന്നത്, അല്ലെങ്കിൽ ഇത്രമേൽ പ്രാധാന്യം അർഹിക്കുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കിപ്പോൾ ഏഴരശനി നടന്നുകൊണ്ടിരിക്കുന്നു. അതും ഏഴരശനിയിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയമായ ജന്മശനി കാലഘട്ടത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഈ വ്യാഴമാറ്റം എന്ന് പറയുന്നത് ഏറ്റവും ഉത്തമമാണ്, അത്രമേൽ അനുഗ്രഹം നൽകുന്ന ഒന്നാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഏത് കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാലും അതൊക്കെ നിങ്ങൾക്ക് പ്രാബല്യത്തിൽ വരുന്ന സമയം. വ്യാഴം എന്ന് പറയുന്നത് നിങ്ങളുടെ രാശിയുടെയും നിങ്ങളുടെ ലഗ്നത്തിൻ്റെയും അധിപതിയാണ്, പ്രപഞ്ചത്തിൻ്റെ പൂർണ്ണ ശുഭനായിട്ടുള്ള ഗ്രഹം. ആ വ്യാഴം നിങ്ങളെ സംബന്ധിച്ച് കേന്ദ്രഭാവത്തിൽ, 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ വന്നു ചേരും. അതുപോലെ തന്നെ മനസ്സിനും ശരീരത്തിനുമൊക്കെ ഒരു നല്ല മാറ്റം ലഭിക്കുന്ന ഒരു സമയമാണ്. ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറി ശരീരത്തിനൊക്കെ ഒരു പുത്തൻ ഉണർവും ഉന്മേഷവും ലഭിക്കുന്ന സമയം. ദാമ്പത്യപരമായ പ്രയാസങ്ങൾ, ദാമ്പത്യ ജീവിതത്തിലെ പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ പൂർണ്ണമായി വിട്ടുമാറി ആ ദാമ്പത്യ കുടുംബജീവിതത്തിൽ പരസ്പരം ഒരു അന്യോന്യം, സന്തോഷം, സമാധാനം ലഭിക്കും. കഴിഞ്ഞ ഏഴരശനി തുടങ്ങിയ കാലം മുതൽ ദാമ്പത്യ കുടുംബജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചു വരുന്നവർ ധാരാളമുണ്ട്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറി ഒരു സന്തോഷം, സുഖം, സമാധാനം, പരസ്പരം ഒരു അന്യോന്യം ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. 4-ാം ഭാവമായ കേന്ദ്രസ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കുന്ന കാലഘട്ടം വിവാഹ കാര്യങ്ങളൊക്കെ നല്ല മംഗളകരമായ, അനുയോജ്യമായ മംഗല്യഭാഗ്യമൊക്കെ ഈ ഒരു സമയത്ത് വന്നു ചേരുന്നതായിട്ടുള്ള അനുഭവം ലഭിക്കും. അതുപോലെ നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു വർഷക്കാലം വ്യാഴം ഇത്രയും നല്ല രീതിയിൽ കേന്ദ്രസ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഏഴരശനിയിലെ ജന്മശനി കാലഘട്ടത്തിൻ്റെ ദോഷം, ജന്മശനി എന്ന് പറഞ്ഞാൽ 2.5 വർഷക്കാലമാണ്. ആ 2.5 വർഷക്കാലത്തിലെ ഒരു വർഷക്കാലമുള്ള ആ ജന്മശനിയുടെ ദോഷം നിങ്ങൾക്ക് ഈ ഒരു സമയം വിട്ടുമാറും എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും വളരെ വളരെ അനുയോജ്യമായിട്ടുള്ളൊരു സമയമാണ്. ഈശ്വരാനുഗ്രഹം, വ്യാഴമെന്ന് പറയുന്നത് തന്നെ ഈശ്വരാനുഗ്രഹത്തെ നൽകുന്ന ഗ്രഹം, അതും നിങ്ങളുടെ കർമ്മസ്ഥാനത്തിൻ്റെയും നിങ്ങളെ തന്നെ കുറിക്കുന്ന ഭാവത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമായതുകൊണ്ട് ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് മനസ്സിലെ ആഗ്രഹങ്ങൾ, ജീവിത അഭിലാഷങ്ങളൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. അതിനനുസരിച്ച് നിങ്ങൾ പരിശ്രമിച്ചാൽ നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് വ്യാഴം പൂർണ്ണ ഫലം നൽകുന്ന ഒരു വർഷക്കാലമാണ്. പലർക്കും പലതരത്തിലായിരിക്കും ആഗ്രഹം. നല്ല ജോലി, നല്ല വീട്, നല്ല ഒരു ജീവിത ഉയർച്ച, ആരോഗ്യപരമായ മുന്നേറ്റം, നല്ല മംഗളകരമായ വിവാഹം, ഇങ്ങനെ പല ആഗ്രഹങ്ങളാകും. അതിനൊക്കെ വ്യാഴം നിങ്ങൾക്ക് പിന്തുണ നൽകുന്ന, അനുഗ്രഹം നൽകുന്ന ഒരു വർഷക്കാലമാണ് ആരംഭിക്കുവാൻ പോകുന്നത്. ഇതിനെ പരമാവധി നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഈ ഒരു സമയം നിങ്ങളുടെ ജനന ജാതകപ്രകാരം ഒരു ശുഭഗ്രഹത്തിൻ്റെ ദശ കൂടെ നടക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വളരെ വളരെ നേട്ടങ്ങൾ, നന്മകൾ, ജീവിത ഉയർച്ചകളാണ് ലഭിക്കുക. സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകും.
ആദിപരാശക്തിയായ ഭദ്രകാളി നമ്മുടെ അനുഗ്രഹത്താൽ മീനം രാശിക്കാരായ നിങ്ങൾക്കെല്ലാവർക്കും സർവ്വൈശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും എല്ലാ നേട്ടങ്ങളും ഈ ഒരു വർഷക്കാലം അനുഭവത്തിൽ വരുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി.